أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. إذا ابتليت فثق بالله وارض به إن الذي يكشف البلوى هو الله والله ما لك غير الله من أحد إذن فحسبك في كل لك الله. അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന താനൂരിലെ ത്വാഹ ബീച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ ഈ കടൽ തീരത്ത് ഒരുക്കിയിട്ടുള്ള സ്നേഹ തീരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ മഹത്തായ മജ്ലിസിന് നൽകുകയും ഇവിടം വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പായി നമ്മിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, തീരദേശത്ത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഠിനാധ്വാനികളായ നല്ലവരായ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും അവരുടെ സമയവുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുഞ്ഞുമക്കളെയും കുടുംബങ്ങളെയും പോറ്റി വളർത്തുവാൻ വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ കടൽ എന്ന് പറയുന്ന സംവിധാനം അല്ലാഹു കനിഞ്ഞരുളിയ മഹത്തായ ഒരു അനുഗ്രഹമായി സമുദ്രത്തെ അവൻ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തത് അവന്റെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി അവൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹത്തിലൂടെ അതിന്റെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അധ്വാനിച്ച് രാവും പകലുമില്ലാതെ തിരമാലകളോട് ഏറ്റുമുട്ടി തങ്ങളുടേതായ കുടുംബത്തിന്റെ സംരക്ഷണത്തിനാവുന്ന ഭക്ഷണം നേടിയെടുക്കാനുള്ള അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ തീരദേശ തൊഴിലാളികളോട് അല്ലാഹുവിന്റെ മഹത്തായ കടൽ എന്ന് പറയുന്ന അനുഗ്രഹത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുവാൻ വേണ്ടി വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ നല്ല ഒരു നിയ്യത്തോടെ ആ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ വലിയ രൂപത്തിലുള്ള പുണ്യമാണ് നിങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അധ്വാനവും തൊഴിലും ഇസ്ലാം അത്രത്തോളം പരിപാവനമായ കാര്യങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. പലപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടവരായ തൊഴിലാളികൾ സങ്കടത്തോടെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് പലപ്പോഴും ഖുർആൻ ഓതാൻ സമയം കിട്ടാറില്ല, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാൻ പലപ്പോഴും സമയം ലഭ്യമാകാറില്ല എന്നൊക്കെ അവർ ആശങ്കപ്പെടുമ്പോഴും അവരുടെ വേദനകൾ പങ്കുവെക്കുമ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നബിയും സഹാബിമാരും ഒരിടത്തിരിക്കുന്ന വേളയിലാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന മനുഷ്യന്റെ രൂപം നമുക്ക് ഹദീസിൽ കാണാം. നല്ല ചൊറുചൊറുക്കുള്ള ആരോഗ്യമുള്ള നല്ല ഒരു ചെറുപ്പക്കാരനാണ്. ആ മനുഷ്യനങ്ങ് കടന്നുപോയപ്പോ സഹാബിമാര് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ കാന ഹദാ ഫീ സബീലില്ലാഹ്, എന്തൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല കരുത്തുള്ള ബോഡിയുടെ ഉടമ, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രത്തോളം വലിയ പുണ്യമാണ് ആ മനുഷ്യന് ലഭിക്കാനുണ്ടാവുക എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സാന്ദർഭികമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടുന്ന് പറഞ്ഞു, സഹാബിമാരെ, നിങ്ങൾ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നു അയാളുടെ പണിയെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ മാർഗമെന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ടെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറാ ഫഹുവ ഫീ സബീലില്ലാഹ് വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്
وإن كان يسعى على نفسه يعفها فهو في سبيل الله. ആ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടത് അയാളുടെ കുഞ്ഞുമക്കളെ തീറ്റിപ്പോറ്റാനുള്ള വക കണ്ടെത്താൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇറക്കമാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അയാളുടെ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനും നോക്കി വളർത്താനുമുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ മാർഗത്തിലാണ് ആ മനുഷ്യൻ ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് ആ മനുഷ്യനുള്ളത്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ആരാന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് യാചിച്ച് ജീവിക്കാതെ സംസ്കാരബോധത്തോടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള അന്തസ്സോടെ ജീവിക്കണം എന്നാഗ്രഹിച്ച് തൊഴിലിനിറങ്ങിയിട്ടുള്ള ആ ചെറുപ്പക്കാരനിൽ അവനും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണെന്ന് സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സംഭവം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരം തുടങ്ങുന്നത്. നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ നോക്കി വളർത്താൻ വേണ്ടി, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ അന്തസ്വരങ്ങളുടെ മുമ്പിൽ പണയപ്പെടുത്താതെ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി അധ്വാനത്തിന്റെ മാർഗത്തിൽ ഏതു മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഫഹുവ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്കത് നന്മയായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുകയാണ്. കാരണം സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ദീനാറ്, സ്വന്തം മക്കൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി ചെലവഴിക്കുന്ന ഓരോ ഫിൽസും ഓരോ നയാ പൈസയും ഓരോ രൂപത്തിൽ നമ്മൾ ആ മാർഗത്തിൽ ചെലവഴിക്കുന്ന അധ്വാനങ്ങളൊക്കെയും അതെല്ലാം തന്നെയും അല്ലാഹുവിന്റെ അടുക്കൽ നീ ചെലവഴിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള ചെലവ് ചെയ്യലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്നാണ് എനിക്ക് ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഏറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ നല്ല ഒരു ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോ അതേ നിങ്ങളെ യാത്രയാക്കുന്ന നിങ്ങളുടെ വരവും കാതോർത്തുകൊണ്ട് ആ ദൂരദിക്കിലേക്ക് കണ്ണയച്ചുകൊണ്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, പറക്കമുറ്റാത്ത നിങ്ങളുടെ കുഞ്ഞുമക്കൾ, പ്രായമായ രക്ഷിതാക്കൾ നിങ്ങളുടെ വരവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന വേളയിലും അവർക്കും ഈമാനുള്ള നല്ല ഒരു മനസ്സിന്റെ കുടുംബങ്ങളായ ആ ഉടമകളാണെങ്കിൽ അവരും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ആ കാത്തിരിപ്പിലൂടെ അവരും പുണ്യമാണ് നേടുന്നത്. പലപ്പോഴും ഇതൊന്നും അറിയാതെ പോകുന്നത് കൊണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ സന്തോഷ വാർത്തകൾ അവരുടെ മനസ്സിൽ കൊണ്ടുവരാറില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായി അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി തൊഴിൽ ചെയ്ത് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, അത് എവിടെയാണെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനമായി കൊണ്ട് അല്ലാഹു സ്വീകരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ ഗൗരവത്തോടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഏതൊരു പ്രവൃത്തിയും നമ്മുടെ ഉദ്ദേശം നന്നാകുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരികയാണ്. നിയ്യത്തില്ലെങ്കിൽ അതിന് പ്രതിഫലവും കിട്ടാതെ സാധാരണ പ്രവർത്തനമായി തരം താഴുകയാണ്. അതേ അവസരത്തിൽ നല്ല ഒരു ഉദ്ദേശം, നല്ല ഒരു നിയ്യത്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാ കിറാമിനോട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെയുള്ള ആ സദുദ്ദേശത്തോടെ തൊഴിൽ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച് അതിന് വേണ്ട അധ്വാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാർത്ത അറിയിച്ച ആ പുണ്യവും ആ പ്രതിഫലവും എനിക്ക് കിട്ടണമെങ്കിൽ അടിത്തറയായിട്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നന്നാവാനുണ്ട്. അവരുടെ കർമ്മങ്ങളല്ലാതെ റബ്ബ് സ്വീകരിക്കുന്നതല്ല.
പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഏത് പുണ്യകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളായി മാറുവാനും ആ പുണ്യകർമ്മങ്ങളിലൂടെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് മഹനീയമായ സ്വർഗം ലഭ്യമാകുവാനും വലിയ പ്രതിഫലത്തിന്റെ ഉടമകളായി നമ്മൾ മാറുവാനും വേണ്ട രൂപത്തിലുള്ള ഏറ്റവും വലിയ ഉപാധി ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. വെള്ളിയാഴ്ച തോറും നമ്മുടെ സഹോദരന്മാര് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോ അതിന്റെ അവസാന ഭാഗത്ത് റബ്ബ് നമ്മളെ അറിയിച്ച സന്തോഷ വാർത്തയാണത്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അത്യുന്നതമായ സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രവും കേദാരവുമായ ആ തോട്ടങ്ങളിലേക്ക് പ്രവേശനം നൽകപ്പെടണമെങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള ഉപാധി രണ്ടെണ്ണമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, തീർച്ചയായും ഈമാൻ ഉൾക്കൊള്ളുകയും സത്യവിശ്വാസം, ആ സത്യവിശ്വാസം ശരിയായ നിലക്ക് ഉൾക്കൊള്ളുകയും ആ സത്യവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈമാൻ ശരിപ്പെടുത്തിക്കൊണ്ട് ഈമാനിന്റെ സർവഭാഗങ്ങളിലും ഏതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടോ അതൊക്കെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹാബാ കിറാമിലൂടെ താബിഈങ്ങളിലൂടെ തബഉ താബിഈങ്ങളിലൂടെ ഈ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട അതേ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഉടമകളായിക്കൊണ്ട് ജീവിച്ചു മരിച്ചുപോയ ആളുകൾക്ക് ഫിർദൗസ് ഉണ്ട്. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളാണ്, ഒരിക്കലും അവർക്കതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടി വരില്ലെന്ന സുവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ നിത്യജീവിതത്തിലെ നല്ല നിയ്യത്തോടെ നമ്മൾ ചെയ്യുന്ന തൊഴിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ അധ്വാനങ്ങളും എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലായി തീരണമെങ്കിൽ അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമ നമ്മൾ നിർവഹിച്ചോ എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അല്ലാഹു നൽകുന്ന തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അല്ലാഹയാണ് നിഅമത്തുകൾ മുഴുവൻ തരുന്നവൻ. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, സമയമാവട്ടെ, സൗകര്യങ്ങളാവട്ടെ, ഭവനമാവട്ടെ, വാഹനമാവട്ടെ, നമ്മുടെ തൊഴിലുപകരണങ്ങളാവട്ടെ, വാഹനങ്ങളാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഫമിനല്ലാഹ്, അല്ലാഹു തന്നത് മാത്രമാകുന്നു. അവൻ തന്ന നിഅമത്താണ് അവൻ എണ്ണി പറയുന്നത്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച ആ വചനമില്ലേ, അതെന്റെ തീരദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 14-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, അവൻ ചെയ്ത നിഅമത്ത് പറഞ്ഞു തരികയാണ്. വഹുവല്ലദീ സഖറൽ ബഹ്റ, അല്ലാഹു ആരാണ്? അവൻ നിങ്ങൾക്ക് സമുദ്രത്തെ, ഈ കടലിനെ കീഴ്പ്പെടുത്തി തന്നവനാണ്. ആ കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് മുഖേന ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയാ, നല്ല ഫ്രഷായ മാംസം നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ആരും ആഗ്രഹിച്ചു പോകുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറഞ്ഞ ആ മാംസം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാവുകയാണ്. അതിന്റെയും പുറമെ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ, ലോകാടിസ്ഥാനത്തിൽ പ്രത്യേകമായ പല കാര്യങ്ങൾക്കും ആഭരണങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുത്തും പവിഴവും പോലെയുള്ള ഒരുപാട് അമൂല്യവും അനർഘവുമായ സമ്പത്തിന്റെ കേന്ദ്രമാണ് കടലുകൾ. അതുപോലെ തന്നെ വതറൽ ഫുൽക മവാഖിറ ഫീ,
നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചു വള്ളങ്ങൾ തൊട്ട് ഭീമാകാരനായ വലിയ വലിയ 10-15 നിലയോളം പൊങ്ങിക്കാണുന്ന വലിയ വലിയ ഭീമാകാരമായ കപ്പലുകളല്ല, അതേപോലെയുള്ള അതിലും അപ്പുറമുള്ള കപ്പലുകളെയും എല്ലാം ഇങ്ങനെ ആ തിരമാലകളെ ഭേദിച്ച് വെള്ളത്തെ മുറിച്ച് കിടന്ന് അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് മുഖേന അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അധ്വാനിക്കുകയാണ്, നിങ്ങൾ തേടുകയാണ്, ദിവസങ്ങളോളം ഉൾക്കടലിൽ പോയി പാർക്കുകയാണ്, അതേ ലക്ഷ്യം നേടുവോളം അവിടെ കിടന്ന് അധ്വാനിക്കുകയാണ്. അള്ള തന്ന ഫضല് നേടാൻ വേണ്ടി അള്ള തന്നിട്ടുള്ള ഔദാര്യമുണ്ടോ എന്ന് തെരഞ്ഞുകൊണ്ട് അതേ കൊച്ചുഭവനത്തിൽ വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് കരയുന്ന തന്റെ കുഞ്ഞുമക്കളെ ഓർക്കുമ്പോ വെറും കൈയോടെ തിരിച്ചു വരാനാവാതെ ഉൾക്കടലിൽ പലപ്പോഴും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തൊഴിലാളികൾ അധ്വാനിക്കുമ്പോഴും അവരുടെ മനസ്സിലേക്ക് റബ്ബ് പറയുന്നു, നിരാശ വേണ്ട, അല്ലാഹു ഒരുക്കിയിട്ടുള്ള അവന്റെ ഫضലിൽ നിന്ന് തേടാൻ വേണ്ടിയും നിങ്ങൾ പോകുന്ന നിലക്ക് ഈ കടലിനെയും കപ്പലിനെയും വള്ളങ്ങളെയും തോണികളെയും എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കി തന്ന റബ്ബ് പറയുന്നു, എന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ തന്നതെന്നോ? വലഅല്ലകും തഷ്കുറൂൻ. ഇതൊക്കെ തന്നത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ വെറുതെ അങ്ങ് സംവിധാനിച്ച് തന്നതല്ല. ഈ കടലിൽ നിങ്ങൾ ഇറക്കുന്ന വള്ളങ്ങൾ മുങ്ങിപ്പോകാതെ അതിന് പ്രയാസങ്ങളില്ലാതെ മനുഷ്യനെ ഏത് രൂപത്തിലും വേട്ടയാടാവുന്ന ജന്തുക്കൾ അതിന്റെ ഉള്ളറകളിൽ അടങ്ങിക്കിടക്കുമ്പോഴും അപകടമില്ലാതെ ലക്ഷ്യം നേടി തിരിച്ചു പോരാൻ തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് നിങ്ങൾ നന്ദിയുള്ളവരാണോ? ശുക്ർ ചെയ്യുന്നവരാണോ? അല്ലാഹ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു അവന്റെ നിഅമത്തുകൾ കരയിലും കടലിലും ഒക്കെ ഉള്ളത് എണ്ണിപ്പറഞ്ഞ ശേഷം വസ്കുറൂ നിഅമത്തല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, ആ ഭാഗം നിങ്ങൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ശുക്റാണ് ആ വാചകത്തിലൂടെ അല്ലാഹ് പറയുന്നത്. നമുക്ക് കിട്ടിയ നിഅമത്തുകളുടെ ആകത്തുകക്ക് നമ്മൾ ചെയ്യേണ്ട ശുക്റിന്റെ ആകത്തുക ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവന് നന്ദി ചെയ്യണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹയാണ് തരുന്നവൻ, അല്ലാഹയാണ് മുടക്കുന്നവൻ. പലപ്പോഴും തീരദേശത്തുള്ള തൊഴിലാളികളെ സംബന്ധിച്ച്, അവിടെയുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ അറിയാറുണ്ട്. അവർക്കൊരു പക്ഷേ ചില മാസങ്ങളിൽ സന്തോഷപൂർവ്വം അവർക്ക് വിഭവങ്ങൾ കടലിൽ നിന്ന് കിട്ടുമ്പോൾ അതിലേറെ മാസങ്ങൾ അവർ പട്ടിണിയും പരിവട്ടവുമായി അവരുടെ വിഷമങ്ങൾ ഒരാളോട് പുറത്തു പറയാതെ അന്തസ്സോടെ അവരുടെ ഭവനങ്ങളിൽ കഴിയുമ്പോ അല്ലാഹുവോട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ആ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ കടലിൽ വറുതി ഉണ്ടാകുമ്പോ അവരുദ്ദേശിക്കുന്ന നിലക്കുള്ള മത്സ്യസമ്പത്ത് കിട്ടാതായി വരുമ്പോ വെറും കയ്യോടെ വള്ളങ്ങളും വലകളുമായി കൊണ്ട് മടങ്ങി വരേണ്ടി വരുമ്പോ അവരുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന വേവലാതി അറിയുന്നവനാണ് റബ്ബെന്നറിയണം. ആ റബ്ബിലേക്കാണ് നമ്മൾ കരമുയർത്തിക്കൊണ്ട് പറയേണ്ടത്, അല്ലാഹുവേ, നീ അനുഗ്രഹിച്ച ഈ മഹാനുഗ്രഹമായ സമ്പത്ത്, ഈ കടൽ എന്ന് പറയുന്ന വലിയ അനുഗ്രഹം, അതിൽ നിന്ന് മുടങ്ങാതെ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുവാനും ലോകത്തിനുള്ള വിഭവങ്ങളെല്ലാം ശേഖരിക്കുവാനുമാകുന്ന നിലക്ക് ആ രൂപത്തിൽ അതിൽ നിന്ന് കമ്മി വരുമ്പോ ആ കമ്മി നികത്തിക്കൊടുക്കണേ അല്ലാ എന്ന് മനമുരുകിക്കൊണ്ട് ഇവിടെ കൂടിയ ആളുകളോട് മുഴുവനും ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കടലിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടുന്ന കുടുംബങ്ങളാണ് തീരദേശവാസികൾ. അതേ, കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്, കിട്ടാത്തപ്പോൾ അവർക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ അവരവരുടെ നിസ്കാരത്തിന്റെ ശേഷം മഹാനായ റസൂലുള്ള പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ മുടക്കിയത് തരാൻ ഒരാളുമില്ല, നീ നൽകാൻ വിചാരിച്ചത് മുടക്കാനും ഒരാളുമില്ല. അതുകൊണ്ട് ഏത് വിഭവങ്ങൾ
അത് കടലിൽ നിന്നാണെങ്കിലും കരയിൽ നിന്നാണെങ്കിലും തരേണ്ട മുഅ്തി അല്ലാഹയാണ്. അത് മുടക്കുന്ന മാനിയും അല്ലാഹയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് കമ്മി വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കടലിന്റെ സൃഷ്ടാവായ റബ്ബ്, അതിൽ അമൂല്യമായ കോടിക്കണക്കിന് ജീവജാലങ്ങളടക്കമുള്ള സമ്പത്തിനെ നിക്ഷേപിച്ച റബ്ബ്, ആ റബ്ബിനോട് പറയണം, റബ്ബേ നിന്റെ ഫദ്ല് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, നീയാണ് തരേണ്ടത്, നീ കഷ്ടപ്പെടുത്തല്ലേ എന്ന് റബ്ബിനോട് നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. സുബഹി നിസ്കാരത്തിന്റെ സമയത്തിന്റെയും മുമ്പ് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവേ, ഈ പാരാവാരത്തെ സൃഷ്ടിച്ചവനായ നാഥാ, സമ്പത്തിനെ കമ്മി വരുത്താതെ ഞങ്ങളുടെ ദാരിദ്ര്യത്തിന് കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തണേ എന്ന് റഹ്മാനായ റബ്ബിനോടാണ് നമ്മൾ തേടേണ്ടത്. അതേ അവസരത്തിൽ നമ്മൾ ഈ കടലിനെ സൃഷ്ടിച്ചവനായ റബ്ബ്, ആ റബ്ബ് സൃഷ്ടിച്ച സൃഷ്ടികളായ മറ്റു മനുഷ്യന്മാരോടോ ശൈഖ്മാരോടോ തങ്ങന്മാരോടോ ബിവിമാരോടോ ഈ കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് കിട്ടാൻ വേണ്ടി തേടിയാൽ അത് അല്ലാഹു പൊറുക്കുമോ? കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? കടലിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികളോട് എന്താ പറഞ്ഞത്? കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് ശൈഖാണെന്നാണോ? അതല്ലെങ്കിൽ കപ്പലുകൾ വള്ളങ്ങളെ നിങ്ങൾക്ക് മെരുക്കി തന്നത് ശൈഖവറുകളാണെന്നാണോ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ വഴിയറിയാതെ ഉൾക്കടലിൽ വെച്ച് ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ വഹുവല്ലദീ ജഅല ലകുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ഉലുമാത്തിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലുമൊക്കെ വഴിയറിയാതെ ദിക്കറിയാതെ കഷ്ടപ്പെടുമ്പോൾ വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന ചില നക്ഷത്രങ്ങളെ കണ്ടിട്ടല്ലേ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമൊക്കെ നിങ്ങൾ അറിയാറുള്ളത്? അതൊരുക്കി തന്നവൻ ആരാണ്? ശൈഖാണോ, തങ്ങളാണോ, ബീവിയാണോ, അമ്മയാണോ, ബാബയാണോ? ആരുമല്ലല്ലോ. ഏത് നിഅമത്തിന്റെയും ഉറവിടം, ഏതിന്റെയും സൃഷ്ടാവ്, ഏതും നൽകാൻ കഴിവുള്ളവൻ, ആരുടെ മനസ്സും അറിയുന്നവൻ, ഏത് ദാരിദ്ര്യത്തെയും തീർക്കാൻ കഴിവുള്ളത്ര ഖജനാവ് വിശാലമായ നിങ്ങളുടെ പക്കലുള്ളതൊക്കെ കൊടുത്താൽ തീരും ജനങ്ങളെ. വമാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ കൊടുത്താൽ തീരുന്നതാണ്. റബ്ബിന്റെ സമ്പത്ത്, റബ്ബിന്റെ ഖജനാവ്, അത് കൊടുത്താലും തീരാത്തത്ര വിശാലമാണ് എന്ന് പറഞ്ഞ റബ്ബിന്റെ റഹ്മത്തിന്റെ വിശാലത ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ആ റഹ്മാനായ റബ്ബിനെ വിട്ടുകൊണ്ട് നീറ്റിലേക്ക് ഇറങ്ങുമ്പോ, യാത്ര പോകുമ്പോ, തൊഴിലിനിറങ്ങുമ്പോ ആ റബ്ബല്ലാത്തവരിൽ തവക്കുലാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയാൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന തവക്കുലിന്റെ വാചകം ഉച്ചരിച്ചുകൊണ്ട് ഇറങ്ങേണ്ടതിന് പകരം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും നേർച്ചയാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയാൽ അത് റബ്ബിനുള്ള ശുക്റല്ല, മറിച്ച് കുഫറായിട്ടാണ് മാറുന്നത്. ഇതാണ് ഗൗരവത്തോടെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. റബ്ബാണ് തരുന്നവൻ. ആ റബ്ബിനെ പോലെ മറ്റൊരാളെ കാണരുത്. ആ റബ്ബിനോട് ചോദിക്കും പോലെ മറ്റൊരാളോട് നമ്മൾ ചോദിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളകിലും നമ്മുടെ സഹായത്തേട്ടങ്ങളകിലും സർവലോക പരിപാലകനായ റബ്ബിലേക്ക് മാത്രമാണ് തിരിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ജീവിച്ചാലേ മരണം നന്നാവുകയുള്ളൂ. എങ്കിലേ നമ്മൾക്ക് ഏത് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ മരിച്ചു പോവുകയാണെങ്കിലും മറ്റുള്ളവരൊക്കെ കരയുകയാണെങ്കിലും ആ മരണത്തിന്റെ വേളയിൽ നമുക്ക് സന്തോഷത്തോടെ യാത്രയാകാൻ കഴിയണമെങ്കിൽ ഈ ഉപാധി പാലിക്കാതെ നിർവാഹമില്ല. അല്ലാഹു വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തീർച്ചയായും അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞവർ,
ഞങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞവർ സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ച് ആ പറഞ്ഞ വാചകത്തോട് കൂറുപുലർത്തിക്കൊണ്ട് ആ റബ്ബാണ് അള്ളയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞതിന് എതിരാകുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ മരണത്തിന്റെ വേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ആ മനുഷ്യന്റെ സമീപത്ത് അവതരിക്കുകയാണ്. ആ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനോട് സന്തോഷം പങ്കുവെച്ചുകൊണ്ടവർ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. വബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ, ആ സ്വർഗത്തെ കുറിച്ച് സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞ് ആ സന്തോഷ വാർത്തയും കൊണ്ടാണ് മഹാന്മാരായ മലക്കുകൾ മുഅ്മിനീങ്ങളുടെ സമീപത്ത് മരണത്തിന്റെ വേളയിൽ വരുന്നത്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താ ഇവിടെ അല്ലാഹ് പറഞ്ഞ ഉപാധി? റബ്ബുനല്ലാ എന്ന് പറയുന്നു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുന്നു. ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്നായി ആലോചിക്കണം. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർക്കൊക്കെ മരണ നേരത്ത് സ്വർഗം കാണാൻ കഴിയുമോ? അവർക്കെല്ലാം മരണം നേരത്ത് സന്തോഷം കിട്ടുമോ? ഇല്ലെന്നാണ് അല്ലാഹ് പറയുന്നത്. റബ്ബുനല്ലാ എന്ന് പറഞ്ഞ് മതിയാക്കിയവർക്കല്ല. കാരണം അങ്ങനെ പറയുന്നവർ ലോകത്ത് മഹാഭൂരിപക്ഷമുണ്ട്. അല്ലാഹയാണ് റബ്ബെന്ന് പറയുന്നവരുണ്ട്, റബ്ബേന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ റബ്ബിനെ അവർ പഠിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലാഹുവിന്റെ മഹത്വം അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കും പോലെ ആ റബ്ബിന്റെ പല മഖ്ലൂക്കുകളോടും അവൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്കും നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നു, അവരുടെ പേരിലും സത്യം ചെയ്തു പറയുന്നു, അവർക്കും കോഴിയെയും ആടിനെയും മൃഗങ്ങളെയും ഒക്കെ ഉഴിഞ്ഞിട്ടുകൊണ്ട് ബലിയർപ്പണം നടത്തുന്നു. അതുപോലെ തന്നെ അങ്ങനെ മറ്റുള്ള പലരിലേക്കും അവരുടെ മനസ്സുകൾ ചാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവര് പലപ്പോഴും റബ്ബുനല്ലാ, റബ്ബി അല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹ് തുടർന്നുകൊണ്ട് പറഞ്ഞത്, റബ്ബുനല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. സുമ്മസ്തഖാമു, ആ പറഞ്ഞതിനനുസരിച്ച് നേരെ ഇസ്തഖാമ, മുസ്തഖീമായ റൂട്ടിലൂടെ നേരെ ചൊവ്വേ അങ്ങ് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ അല്ലാഹുവിന്റെ മലക്കുകളുടെ സുവിശേഷം കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു നമ്മെ അവരെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എത്ര ഗൗരവമുള്ള കാര്യമാണത്. റബ്ബുനല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കണം? എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഖൽബിൽ നല്ല ഉറച്ച ഈമാൻ വന്നു പോകണം. എങ്ങനെ? എന്റെ റബ്ബ് അല്ലാഹയാണ്. ഞാനൊരു പ്രയാസത്തിൽ പെടുമ്പോൾ ഞാൻ സമാധാനിക്കും. ഞാൻ എന്തിനു വിഷമിക്കണം? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന് പറയുമ്പോ വിഷമിക്കണ്ട. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത് സഹോദര, നമ്മുടെ കൂടെ അല്ലാഹയുണ്ടെന്ന് പറയുമ്പോ അത് പറയുന്ന നമ്മുടെ മനസ്സിൽ എന്താ ആശ്വാസം, അത് കേൾക്കുന്ന മനസ്സിൽ എന്താ ആശ്വാസം കിട്ടാനാ നമ്മൾ പറയുന്നത്. വിഷമിക്കണ്ട, അടങ്ങിക്കോ, ദുഃഖിക്കണ്ട. കാരണം റബ്ബുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അവന് എവിടെ വെച്ച് വിളിച്ചാലും അവൻ കേൾക്കും, എല്ലാവരെയും അവന് അറിയാം. അവൻ സമീആണ്, എല്ലാവരെയും അവൻ കാണുന്ന ബസീറാണ്, എല്ലാം അറിയുന്ന അലീമാണ്. എന്ത് പ്രതിസന്ധി അവന്റെ മുമ്പിൽ പറഞ്ഞാലും അത് എത്രായിരം ജനങ്ങൾ, എത്രായിരം ഭാഷകളിൽ, എത്രായിരം സ്ഥലത്ത് വെച്ച് ഒരേ സ്വരത്തിൽ ചോദിച്ചാലും അതൊക്കെ വേറെ വേറെ ഒരാളിൽ നിന്ന് നമ്മൾ കേൾക്കും പോലെ അല്ലാതിനേക്കാൾ സൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് മുഴുവനും കേട്ടുകൊണ്ട് എല്ലാവർക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഖദീറാണ്, ഖരീബാണ്, മുജീബാണ്, വാത്സല്യമുള്ള റഊഫാണ്, കാരുണ്യമുള്ള റഹീമാണ്, റഹ്മാനാണ്, ഏറെ സ്നേഹമുള്ള വദൂദായ റബ്ബാണ്, സൂക്ഷ്മമായി അറിഞ്ഞു പറഞ്ഞു തരുന്ന ഖബീറായ റബ്ബാണ്. ഇങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ വിശ്വസിച്ചാൽ നമ്മുടെ റബ്ബുനല്ലാഹ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കാൻ, അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അങ്ങനെ മാത്രമേ ഞാൻ ജീവിക്കൂ. അതാണ് ഇസ്തിഖാമത്ത്.
എന്റെ റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് ഇനി വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. കാരണം ഞാൻ എന്റെ റബ്ബിനെ വിശ്വസിച്ചവനാണ്. റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലയാണ് എന്ന് പറയുന്നതോടുകൂടി ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എന്റെ റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്ന മറ്റൊരു ശക്തിയില്ല, എന്റെ റബ്ബിനെ പോലെ എല്ലാം കാണുന്ന ഒരു ബസീറില്ല, എന്റെ റബ്ബിനെ പോലെ എല്ലാം അറിയാവുന്ന ഒരു അലീമില്ല. എന്റെ റബ്ബിന് കഴിവുള്ളതുപോലെ എല്ലാത്തിനും കഴിവുള്ള ഖദീറായ മറ്റൊരു ശക്തിയില്ല. അത് ഒരൊറ്റ ശക്തി മാത്രമേയുള്ളൂ. ആ ശക്തിക്കാണ് ഞാൻ സ്തുതികൾ എപ്പോഴും പറയുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. കരയിലും കടലിലുമുള്ള ജീവജാലങ്ങളടക്കമുള്ള സർവ്വ വസ്തുക്കൾക്കും വേണ്ട രൂപത്തിലുള്ളതൊക്കെ വേണ്ടത്ര അളവിൽ നൽകിക്കൊണ്ട് പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ലോകരുടെ മുഴുവനും യജമാനനായ റബ്ബില്ലേ, ആ റബ്ബിലാണ് ഞാൻ തവക്കുലാക്കുന്നത്. ആ റബ്ബിൽ തവക്കുലാക്കുന്ന എനിക്ക് അതേ കടലിലേക്ക് ഞാനൊരു പഴുത്തതോ പഴുക്കാത്തതോ ആയ ഒരു പഴം എറിയേണ്ടതില്ല. കടലിന്റെ വറുതി മാറാൻ അതിനൊരു തങ്ങൾ വന്ന് പഴം എറിയലല്ല പരിഹാരം. അതല്ലെങ്കിൽ കൊടിയെടുത്ത് നടക്കലല്ല, ദർഗയിൽ പോയി ജാറം മൂടലല്ല, മഹാത്മാക്കൾക്ക് വേണ്ടി നേർച്ചയാക്കലല്ല, അവരുടെ പേരിൽ അപദാനങ്ങൾ എന്ന പേരിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഗദ്യങ്ങളും പദ്യങ്ങളും അടങ്ങിയിട്ടുള്ള കുത്തുബിയത്ത് ചൊല്ലലല്ല, നാട്ടുമൗലൂദ് നടത്തലല്ല, മങ്കൂസോദലല്ല. പരിഹാരമൊന്നേയുള്ളൂ. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിൽ തവക്കുലാക്കിയോ അവന് അല്ലാഹ് മതി. എന്റെ റബ്ബാണ്. ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഔലിയാക്കൾ ലോകത്തുണ്ട്. ആ റബ്ബിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, അവരെയൊക്കെ ഞാൻ ആദരിക്കുന്നുണ്ട്. പക്ഷേ ആരെയൊക്കെ ഞാൻ ബഹുമാനിച്ചാലും ആരെയൊക്കെ ഞാൻ ആദരിച്ചാലും അവരൊന്നും എന്റെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് എത്തുന്ന, എല്ലാം കേൾക്കുന്നവരല്ല, കാണുന്നവരല്ല, അറിയുന്നവരല്ല. അവരൊക്കെയും പരിധികളും പരിമിതികളുമുള്ള മഖ്ലൂക്കുകളാണ്, പടപ്പുകളാണ്. അറ്റമില്ലാത്ത, പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരൊറ്റ ശക്തിയേ എനിക്കുള്ളൂ. അതെന്റെ റബ്ബാണ്. ആ റബ്ബിലാ ഞാൻ വിശ്വസിക്കുന്നത്. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആകുന്നു. ആ ഉറപ്പിൽ റബ്ബുനല്ല പറയാൻ, അതിനനുസരിച്ച് പിന്നെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാതെ. എന്നാലോ അമ്പിയാക്കളെ അമ്പിയാക്കൾ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഔലിയാക്കളെ ഔലിയാക്കൾ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നമുക്ക് അക്ഷരം പഠിപ്പിച്ച, അറിവ് പകർന്നു തന്ന നമ്മുടെ ഉസ്താദുമാരെ, ഗുരുക്കന്മാരെ, അവർ ഗുരുനാഥന്മാരാണെന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ കുഞ്ഞു മക്കളെ മക്കളെന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു. നമ്മുടെ ഇണയെ ഇണ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അതൊക്കെ വേറെ 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 രൂപത്തിൽ അതിൻ്റെതായ അർത്ഥത്തിലും അളവിലും അതിരുകവിയാതെ നിർവഹിച്ചുകൊണ്ട് അപ്പോഴും എല്ലാത്തിൻ്റെയും മീതെ എനിക്കെന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ് വലുത്. നിസ്കാരത്തിന് കൈകെട്ടി നിന്ന അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത്. കുനിയുമ്പോ അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത്. സമി അല്ലാഹു ലിമൻ ഹമിദ, സുജൂദിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ. എപ്പോഴും അടക്കത്തിലും അനക്കത്തിലും ഒക്കെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാം കഴിഞ്ഞ് അതേ ബാങ്കിന്റെ പൂർത്തീകരണം കഴിയുമ്പോഴും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ ആദർശം. ഈ ആദർശത്തിലാ ജീവിക്കേണ്ടത്. ഈ ആദർശത്തിന്റെ പ്രബോധകരായിട്ടാ മാറേണ്ടത്. ഈ ആദർശത്തിന്റെ പ്രചാരകരായിട്ടാ മാറേണ്ടത്. അതിന് വിരുദ്ധമായി അല്ലാഹുവേ എന്ന് കടലിൽ വെച്ചോ, ഉൾക്കടലിൽ വെച്ചോ, പുറംകടലിൽ വെച്ചോ, കരയിൽ വെച്ചോ അല്ലാ എന്നൊരു മുസ്ലിം വിളിക്കുമ്പോ അവന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. എന്റെ റബ്ബ് എന്നെ കണ്ടു കഴിഞ്ഞു, എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നുണ്ട്, എന്റെ വിചാര വികാരങ്ങൾ അറിയുന്നുണ്ട്, എന്റെ മനസ്സിന്റെ വിഷമങ്ങൾ അറിയുന്നു.
അറിയുന്നുണ്ട്, എൻ്റെ പരിവട്ടങ്ങളും പരിദേവനങ്ങളും പ്രയാസങ്ങളും അറിയുന്നുണ്ട്, എന്തും നിവർത്തിച്ചു തരാൻ എൻ്റെ നാഥന് കഴിവുമുണ്ട്. ആ വിശ്വാസത്തോടെ അല്ലാഹുവേ എന്ന് വിളിക്കുന്നത് തൗഹീദാണെങ്കിൽ അതേ മനുഷ്യനതാ മറ്റൊരവസരത്തിൽ ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, ശൈഖ് എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലെ വികാരങ്ങൾ പോലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പാടിക്കൊണ്ടിരിക്കുന്ന മുഹീദ്ദീൻ മാല, ആ മുഹീദ്ദീൻ മാലയിൽ ശൈഖ് അവറുകളെ പരിചയപ്പെടുത്തുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം. അതേ ബഗ്ദാദിലെ ഇറാഖിൽ മരിച്ചു കിടക്കുന്ന ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, ആ മഹാനവറുകളുടെ ആ മരണശേഷവും ഇപ്പോഴും അതേ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും മഹാനവറുകൾ അതൊക്കെ വേറെ വേറെ കേൾക്കുന്നുണ്ട് പോലും, ഉത്തരം ചെയ്യുമ്പോലും കാണുന്നുണ്ട് പോലും, വിളിക്കുന്നവന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും ശൈഖ് ജീലാനി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഇത് ശൈഖിനെ വെറുക്കുന്ന സംസാരമല്ല, ശൈഖിനെ കുറ്റം പറയാനുള്ള സംസാരമല്ല, മറിച്ച് ശൈഖിനോടുള്ള സ്നേഹമാ പറയുന്നത്. സ്വന്തം മുരീദുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോഴും അല്ലാഹുവിനെ മുറുകെ പിടിച്ചോളണം, അവനത്തോട് ചോദിച്ചോളണം, അവനോട് മാത്രം അവലാതിപ്പെട്ടോളണം. നിന്റെ വിഷമഘട്ടങ്ങളിൽ ലാ തശ്കുവന്ന, നീ പരാതി പറയല്ല, നിന്നെ പടച്ച റബ്ബിനോടല്ലാതെ നീ പരാതി പറയല്ലെന്ന് പഠിപ്പിച്ച അതേ ശൈഖ് തന്നെയും ഈ ലോകത്തോട് പഠിപ്പിച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന തത്വം, ആ തത്വത്തെ മറികടന്നുകൊണ്ട് എല്ലാം ഇവരും കേൾക്കും, കാണും, അറിയും. വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തും. അതേ എന്റെ വിളിയൊക്കെ അവര് കാണുന്നുണ്ട്. ഉൾക്കടലിൽ വെച്ച് ഞാൻ ശൈഖിനെ വിളിക്കുമ്പോ എനിക്ക് മീന് തരാൻ അവർക്ക് കഴിയും. എന്റെ വല അപകടത്തിൽപ്പെടാതെ, എന്റെ വള്ളം അപകടത്തിൽപ്പെടാതെ, എന്റെ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റാൻ റബ്ബ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പോ ഇവിടെ വരും. അതല്ലെങ്കിൽ അവര് വിളിച്ചാൽ വിളിപ്പേടത്ത് ഹാജരായി അവര് സഹായിക്കും എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? ആ അല്ലാഹുവിന്റെ തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് ബഹുമാനമുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എത്ര വറുതിയാണ് അവർ അനുഭവിച്ചത്, എത്ര കാലമാണ് അവർ പട്ടിണി കിടന്നത്. കുടിക്കാൻ ശുദ്ധവെള്ളം പോലും കിട്ടാതെ, കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ, പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് കഴിയേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു നേരത്ത് പോലും മുൻഗാമികളായി തന്റെ ഉപ്പാപ്പയായി അറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ആ മഹാനായ പ്രവാചകനോട്, ഇസ്മായിൽ അലൈഹിസ്സലാം ആ മഹാനായ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അമ്പിയാക്കളുടെ ചരിത്രം ഖുർആനിലില്ലേ ഉപ്പമാരെ, ഖുർആനിലില്ലേ ഉമ്മമാരെ? 25ഓളം നബിമാരുടെ ചരിത്രം അതേ പേരെടുത്തുകൊണ്ട് ഖുർആൻ പറയുമ്പോ അവരൊക്കെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ദുആ ചെയ്തത് ഖുർആനിലില്ലേ? ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട്, ഹവ്വാ ഉമ്മ ബീവിയുടെ പ്രാർത്ഥനയുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. അതേ ആരാരുമില്ലാത്ത ദേശത്ത് എന്റെ കുഞ്ഞുമോനെയും ഭാര്യയെയും ഞാൻ ഒറ്റക്കാക്കി വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജനമായ മരുഭൂമിയിൽ വെച്ച് ആരാരും സഹായത്തിനില്ലാത്തിടത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഇസ്മായിൽ എന്ന കുഞ്ഞോമന പുത്രനെയും വിട്ടേച്ചുകൊണ്ട് പോകുന്ന നേരത്തും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ ഇന്നി
അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് ഫജഅൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. എത്രയെത്ര പ്രാർത്ഥനകളാണ് ഖലീലുള്ളയുടെ പ്രാർത്ഥനയായി ഖുർആനിൽ വന്നത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ വിളിച്ചൊരു തേട്ടം കാണാനില്ല. മൂസ നബിയുടെ പ്രാർത്ഥനയുണ്ട്, ഈസ നബിയുടെ പ്രാർത്ഥനയുണ്ട്, സാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ആളുകൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരായ അടിമകൾ ദുആ ചെയ്യുന്ന ദുആ, റബ്ബേ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ആ കത്തിയാളെന്ന നരകത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ നിന്റെ ഔദാര്യമുണ്ടെങ്കിലേ കഴിയൂ എന്ന് അമ്മൂമിനീങ്ങൾ അല്ലാഹുവോടെ തേടൂ എന്ന് പറയുമ്പോ വനജ്ജി മിൻ ലവാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി. കടലിൽ വറുതി ഉണ്ടാകുമ്പോ കുത്തുബിയത്ത് നേർച്ചയാക്കുന്ന വല്ല സഹോദരനും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം. നിങ്ങളെ വെറുപ്പിക്കാൻ പറയുന്നതല്ല, സ്നേഹത്തോടെ പറയുകയാണ്. ഒന്ന് ചിന്തിക്കുക. അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് മഹാനായ ശൈഖ് ജീലാനിയോടാ പറയുന്നത്. ഈ കുത്തുബിയത്ത് ചൊല്ലാനാ നേർച്ചയാക്കുന്നത്. ശൈഖേ, നരകാഗ്നിയിൽ നിന്ന്, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ജീലാനിയോട് തേടുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ നല്ലവരായ അടിമകൾ ആരോട് തേടുമെന്ന സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്നത് റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിടണമേ, അദാബ ജഹന്നം, കത്തിയാളുന്ന ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിടണമേ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ, അത് സഹിക്കാനാവാത്ത സങ്കേതമാണ്, ചീത്തയായ കേന്ദ്രമാണ് എന്നൊക്കെ പറയുമ്പോ ആ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ഒരു ചര്യ പിന്തുടർന്ന അമ്പിയാക്കൾ, അവരുടെ പാത അനുധാവനം ചെയ്തിട്ടുള്ള ശുഹദാക്കൾ, അവരുടെ പാത അനുധാവനം ചെയ്തിട്ടുള്ള സിദ്ദീഖുകൾ, അവരെ പിൻപറ്റിയ സാലിഹീങ്ങൾ, ഇവരൊക്കെ നടന്ന വഴി ഏതാണോ അതാണ് പ്രിയമുള്ളവരെ സിറാത്തുൽ മുസ്തഖീം. മുസ്തഖീമായ റൂട്ടിലാണ് ഞാനെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറയുകയാണ്, ഞാൻ സുന്നിയാണ്, ഞാനാണ് അഹ്ലുസുന്ന. സുന്നിയല്ലാത്തവരിങ്ങോട്ട് കയറണ്ട, അഹ്ലുസുന്നയല്ലാത്തവൻ എന്നോട് മിണ്ടണ്ട എന്നൊക്കെ ഞാൻ പറയുമ്പോ എന്റെ അവകാശവാദം കൊണ്ട് ഞാൻ സുന്നിയാകുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആലോചിക്കണം, ഉപ്പമാര് ചിന്തിക്കണം. ഞാനൊരു കാര്യം അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ അതിന്റെ ആളാകുമോ? എങ്കിൽ ഞാനൊരു അല്പകാലം മുമ്പത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ 3-4 കൂട്ടം അവകാശവാദക്കാര് അവകാശവാദം പറഞ്ഞിരുന്നു. ശരിക്കും നിങ്ങൾ ആ ചരിത്രം ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കാനാ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്, മുശ്രിക്കുകൾ ഒരു ഭാഗത്ത്, യഹൂദികൾ ഒരു ഭാഗത്ത്, നസറാനികൾ ഒരു ഭാഗത്ത്. 4 കൂട്ടരാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നത്. യഹൂദി പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ ആളുകൾ. നസറാനി പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാർ. അതേ, ആ ഒരു രൂപത്തിൽ അവർ കൃത്യമായി തന്നെ സംസാരിച്ചു. അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകളും പറഞ്ഞു ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ, ഞങ്ങൾക്കാണ് ഇബ്രാഹിമിനോട് സ്നേഹം. മുഹമ്മദേ, നിനക്ക് സ്നേഹമില്ല. കാരണം നിനക്ക് ഇബ്രാഹിമിനോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളെ നീ കാണുന്നില്ലേ? ഞങ്ങളൊരു ബിസിനസ്സിനിറങ്ങുമ്പോ, ഞങ്ങളൊരു സഫർ പോകാൻ ഇറങ്ങുമ്പോ, ഞങ്ങളൊരു കാര്യത്തിനൊരുങ്ങുമ്പോ കഅബാലയത്തിന്റെ അകത്ത് കയറിയിട്ട് ഇബ്രാഹിമിന്റെ വിഗ്രഹത്തോടല്ലേ മുശാവറ നടത്താറുള്ളത്? ഇസ്മായിലിന്റെ ബിംബത്തോടല്ലേ മുശാവറ നടത്താറുള്ളത്?
നീ അതൊക്കെ വേണ്ടാന്നല്ലേ പറയുന്നത്? അപ്പൊ നിനക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ? നിനക്ക് ഇബ്രാഹിമിനോട് വെറുപ്പല്ലേ? നിനക്ക് ഇസ്മായിലിനോട് വെറുപ്പല്ലേ? അതേ അവസരത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇബ്രാഹിമിന്റെ ബിംബത്തിന്റെ മുമ്പിൽ പോയി, ഇസ്മായിലിന്റെ ബിംബത്തിൽ പോയി ഇക്കാര്യം ചെയ്യണോ വേണ്ടേ എന്ന് മുശാവറ നടത്തുന്ന പതിവും പാരമ്പര്യവും ഞങ്ങൾക്കല്ലേ മുഹമ്മദേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരും അവകാശവാദം ഉന്നയിച്ച് 3 കൂട്ടരും ഇബ്രാഹിമിന്റെ ആളുകൾ ഞങ്ങളാണെന്ന് അവകാശവാദം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവരുടെ അവകാശവാദത്തെ അങ്ങ് തകർത്ത് കളയുന്നു. അല്ലാഹു പറഞ്ഞു, മാകാന ഇബ്രാഹീമു യഹൂദിയ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം യഹൂദിയല്ല, ഇബ്രാഹിം നസ്റാനിയല്ല, ഇബ്രാഹിം മുശ്രിക്കുമല്ല. മറിച്ച് റബ്ബിലേക്ക് മാത്രം തന്നെ ഹൃദയത്തെ തിരിച്ചു വെച്ച കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായ റബ്ബ് എന്ത് പറഞ്ഞാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അസ്ലിം അനുസരിക്കണം ഇബ്രാഹിമേ എന്ന് പറഞ്ഞ അസ്ലം തുലി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്ത് പറഞ്ഞാലും വിനയത്തോടെ സ്വീകരിക്കാൻ ഈ ദാസൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ മുസ്ലിമാ, വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ. ഈ 3 പിഴച്ച കക്ഷികളുടെ പിഴച്ച അവകാശവാദത്തെയും റബ്ബങ്ങ് തല്ലിത്തകർക്കുന്നു. ഒരു കൂട്ടരുടെ അവകാശവാദത്തെ ശരിവെക്കുന്നു. ആരുടെ അവകാശവാദത്തെയാ ശരിവെച്ചത്? ചിന്തിക്കണം നമ്മൾ. അടുത്ത ആയത്ത് ശ്രദ്ധിച്ചോളൂ. ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇവരുടെ ഒന്നും ആളല്ല ഇബ്രാഹിമെങ്കിൽ പിന്നെ ഇബ്രാഹിം പിന്നെ ആരുടെ ആളാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ജനങ്ങളിൽ ഏറ്റവും അടുത്തവർ, ഏറ്റവും സ്നേഹമുള്ളവർ, ഏറ്റവും കടമപ്പെട്ടവർ ലല്ലദീന തബഊഹു. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ പാരമ്പര്യം ഞാൻ അവകാശപ്പെടുന്നത് കൊണ്ട് കാര്യമായില്ല. അവകാശവാദം ശരിയായി തീരണമെങ്കിൽ ആ വ്യക്തിയുടെ പാത പിൻപറ്റുന്നവരാരാണെന്നാ നോക്കേണ്ടത്. അതാണ് അല്ലാഹു പറഞ്ഞത്, ലല്ലദീന തബഊഹു. ആ ഇബ്രാഹിമിനെ പിൻപറ്റിയവർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. അവരുടെ മുന്നണിയിൽ ആരാ നിൽക്കുന്നത്? വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആ വിശ്വാസികളായ സ്വഹാബത്തും മാത്രമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് അവിടെ വിശദീകരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം പലരും അവകാശപ്പെടുന്നു. മുത്ത് മുസ്തഫയോട് ഞങ്ങൾക്കാണ് സ്നേഹം. അല്ല, വേറൊരു കൂട്ടർ പറയുന്നു നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ് സ്നേഹം. അല്ല, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കാത്തത്, നിങ്ങൾ ജാഥ നടത്താത്തത്. നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അദ്രിക്നി യാ ഹബീബല്ലാഹ്, ആ റസൂലുള്ളാഹിനോട് നിങ്ങൾ അങ്ങനെ സങ്കടം പറയുന്നില്ലല്ലോ. ഹബീബേ എൻ്റെ കൈ പിടിക്കണം, അങ്ങൊന്നും ഞങ്ങളെ കാണുന്നില്ലേ? അങ്ങൊന്നും ഞങ്ങളുടെ വിഷമങ്ങൾ മദീനത്ത് കിടന്നുകൊണ്ട് എല്ലാം അങ്ങൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞങ്ങളുടെ സദസ്സിലൊക്കെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. കറാമത്തുള്ള ഞങ്ങളുടെ പലരുടെയും കണ്ണുകൊണ്ട് ഞങ്ങൾ നബിതങ്ങളെ കാണുന്നുണ്ടല്ലോ. ഞങ്ങളെ പല ശൈഖുമാരെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പല ഔലിയാക്കന്മാരെയും മദീനത്തെ പള്ളിയിലെ ആ ഖബറിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പേരെടുത്ത് വിളിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആ ഹബീബിനോട് സ്നേഹമില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ ആ ഹബീബിനെ വിളിച്ച് തേടാത്തത്. അവരുടെ അവകാശവാദം. നമ്മൾ പറയുന്നു, സുഹൃത്തെ, നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങളുടെ സ്നേഹം തെറ്റാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബിംബം വെച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ ഇബ്രാഹിം നബിയെ സ്നേഹിച്ച പോലെയാണ്.
ഇബ്രാഹിം അലൈഹിസ്സലാം ബിംബത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തീക്കുണ്ടാരം ഏറ്റുവാങ്ങിയ മഹാനാണ്. ആ മഹാനായ പ്രവാചകനോടുള്ള സ്നേഹം പറഞ്ഞിട്ട് ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഏതൊന്നിനെതിരെ പോരാടിയോ അതേ വിഗ്രഹാരാധന തന്നെ ആ മഹാനായ മനുഷ്യന്റെ പേരിൽ അവരുടെ കൈകൾ കൊണ്ട് പടുത്തുയർത്തിയുണ്ടാക്കിയ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തളത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നന്ദികേടല്ലേ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറയും പോലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും നമ്മൾ എന്തു പറയുമ്പോഴും റസൂലുള്ള കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും അറിയുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഓ നബിയേ എന്ന് വിളിച്ചുകൊണ്ട് രക്ഷിക്കണം, സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, രോഗം മാറ്റിത്തരണം, പ്രയാസങ്ങളിൽ നിന്ന് മോചനമുണ്ടാകണം, സന്താന സൗഭാഗ്യം തരണം, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് തുടങ്ങി ഒരു നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് തേടുമ്പോ ആ നബി തങ്ങളുടെ പിന്തുടർച്ചക്കാർക്ക് അത് ചെയ്യാൻ കഴിയുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീടാനുള്ളവരാണോട് എന്താ പറഞ്ഞത്? നീ എന്നെ വിളിച്ചു തേടിക്കോ എന്നാണോ? ഒരിക്കലും പറഞ്ഞില്ല. വിഷമം കൊണ്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന മനുഷ്യനോടെന്താ പറഞ്ഞത്? നിനക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നീ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ദുആയല്ലേ? ഈ ശബ്ദം എനിക്ക് വിശദീകരിക്കാൻ സമയം പോരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ദുആകൾ നോട്ട് ചെയ്തിട്ട് നിങ്ങളത് പഠിച്ചുകൊണ്ട് പ്രയാസം വരുമ്പോ ചൊല്ലിക്കോ. അള്ളയുടെ ഗ്യാരണ്ടിയാണ്, അള്ളാന്റെ ഓഫറാണ്. ആ ഓഫർ പ്രഖ്യാപിക്കാൻ ലോകത്ത് നിയുക്തനായ മഹാനായ നമ്മുടെ നേതാവ്, ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേര് കേൾക്കുമ്പോഴേക്ക് അവിടുത്തേക്ക് ഗുണത്തിന് വേണ്ടി നമ്മുടെ ചുണ്ടുകളും കൽബുകളും മന്ത്രിക്കുന്ന സലാത്തിന്റെ വചനങ്ങൾ ഉരുവിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പറയുകയാണ്, ഓ സഹോദരാ, നിനക്ക് വല്ല വിഷമങ്ങളും ബാധിച്ചാൽ, സങ്കടങ്ങളും നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ നീ ചോദിക്കണം റബ്ബിനോട്. ശൈഖിനോടല്ല, നബിയോടല്ല, ബീവിയോടല്ല, തങ്ങളോടല്ല, ഏലസ് കെട്ടാനല്ല, ചരട് മന്ത്രിക്കാനല്ല, നൂലെഴുതി കെട്ടാനല്ല, തകിട് വെക്കാനല്ല, ഹോമം ചെയ്യാനല്ല. വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് വരുമ്പോ, നമ്മുടെ മക്കൾക്ക് വരുമ്പോ, ഭർത്താവിന് വരുമ്പോ, ഭാര്യക്ക് വരുമ്പോ, ഉമ്മാക്ക് വരുമ്പോ, ഉപ്പാക്ക് വരുമ്പോ, ആ വീടിന്റെ അകത്തളത്തിൽ നിന്ന് റബ്ബിലേക്ക് കൈകൾ ഉയർന്നുകൊണ്ട് പാതിരാ സമയത്തും പ്രഭാതത്തിലും തഹജ്ജുദിന്റെ വേളയിലും ഒക്കെ പറഞ്ഞോ, റബ്ബേ ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ മോനാണ്, നിന്റെ ദാസിയുടെ പുത്രനാണ്. നിന്റെ വിശിഷ്ടങ്ങളായ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, വിഷമം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന എൻ്റെ ഹൃദയത്തിൽ നിന്റെ ഖുർആനിന്റെ വസന്തമുണ്ടാക്കണം, എൻ്റെ ഹൃദയത്തിൽ പ്രകാശം ചൊരിയണേ, എൻ്റെ ഹൃദയത്തിന്റെ വിഷമങ്ങൾ നീക്കാൻ ഈ ഖുർആൻ മുഖേന നീ തൗഫീഖ് തരണേ, എൻ്റെ ഹമ്മുകൾ നീക്കിക്കളയണേ എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ലോക മുസ്ലിമീങ്ങളെ നമ്മോട് ഓഫർ പറയുകയാണ്, അവന്റെ വിഷമങ്ങൾ അല്ലാഹു നീക്കാതിരിക്കൂല. അതുകൊണ്ട് റബ്ബിലേക്ക് മാത്രം മനസ്സ് തിരിച്ചോ. രാവിലെ കടലിൽ ഇറങ്ങുമ്പോഴും വൈകുന്നേരം ഇറങ്ങുമ്പോഴും എവിടേക്ക് ജോലിക്കിറങ്ങുമ്പോഴും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവസ് സമീഉൽ അലീം 3 തവണ പറയാൻ മറക്കണ്ട. ഒരു വിഷബാധയും കടലിൽ നിന്നും കരയിൽ നിന്നും ഏൽക്കൂല, ഒരു പ്രയാസങ്ങളും ഏൽക്കൂല. അല്ലാഹുവിന്റെ റസൂലാണ് ഓഫർ പറയുന്നത്, അവിടുന്ന് തന്നിഷ്ടപ്രകാരം ഓഫർ പറഞ്ഞതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റബ്ബ് പഠിപ്പിച്ചു കൊടുത്തിട്ടാ നേതാവ് നമ്മളോടത് പറഞ്ഞത്.
അതുപോലെ വൈകുന്നേര സമയത്ത് നീ മഗ്രിബിന്റെ സമയത്ത് നീ പറഞ്ഞോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അല്ലാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന ഞാൻ അവനോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ് പടച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന്, കാറ്റിന്റെ ഷർറാണെങ്കിലും വെള്ളം കൊണ്ടുള്ള ഷർറാണെങ്കിലും വിഷജന്തുക്കളുടെ ഷർറാണെങ്കിലും മറ്റുള്ള ജന്തുക്കളുടെ ഷർറാണെങ്കിലും അതേത് രൂപത്തിലുള്ള പകർച്ചവ്യാധികളാണെങ്കിലും ഏത് ഷർറുകളിൽ നിന്നും കാവൽ നേടാൻ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടമൗലീദല്ല, നാട്ടുമൗലീദല്ല, കുത്തുബിയ്യത്തല്ല, റാത്തീബല്ല, കഞ്ചുൽ അർശല്ല, നാരിയ സ്വലാത്തല്ല, കമാലിയ സ്വലാത്തല്ല. പരിഹാരം നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന നൂറുകണക്കിന് ദുആകളുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽക്കേ പറഞ്ഞു തുടങ്ങിക്കോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കിങ്ങനെ തെളിയുമ്പോ എഴുന്നേറ്റിരുന്ന രണ്ട് കണ്ണുൽ നിന്നും ഉറക്കിനെ ഇങ്ങനെ പോക്കിക്കളയുന്ന നേരത്ത് വിരലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും മുഖമൊക്കെ തടഞ്ഞിട്ട് അതേ നീ പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ നീ തേടിക്കോ റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി, റബ്ബേ എന്നോട് പൊറുക്കണേ. നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ. കഴിയുമെങ്കിൽ ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചോ. നിന്റെ ദുആയും നിസ്കാരവും സ്വീകരിക്കപ്പെടാതെ പോകൂല. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓഫറാണ്. ആ ഒരൊറ്റ ഓഫറുകൾക്കിടയിലും നിങ്ങൾ എന്നെ വിളിച്ചോ, ഉപ്പാപ്പയായ ആദം നബിയെ വിളിച്ചോ, ഇബ്രാഹിം നബിയെ വിളിച്ചോ, ഇസ്മായിൽ നബിയെ വിളിച്ചോ. ഒരൊറ്റ സ്ഥലത്തും അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടുത്തോടും പ്രഖ്യാപിക്കാൻ അല്ലാഹ് എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ശിർക്കാവണമെങ്കിൽ അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമല്ല ശിർക്ക്. അല്ലാഹുക്കുള്ള ഗുണങ്ങളുണ്ട്, അല്ലാഹുക്ക് മാത്രമുള്ള പ്രത്യേകതകളുണ്ട്. എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും കഴിയുകയും ചെയ്യുന്ന എല്ലാവരുടെയും അടുത്തവനായ ആ റബ്ബിനുള്ള പ്രത്യേകമായ ഗുണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗുണം ഞാൻ ഇന്ന ശൈഖേന്ന് വിളിക്കുമ്പോ, തങ്ങളെ ബിവിയേന്ന് വിളിക്കുമ്പോ അവർക്കും എല്ലാം കാണാൻ കഴിവുണ്ട്, അവർക്കും എല്ലാം കേൾക്കാൻ കഴിവുണ്ട്, അവർക്കും എന്നെ സഹായിക്കാൻ കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസം വന്നുകൊണ്ട് റബ്ബിന്റെ സഹായം, റബ്ബിൻ്റെതായ കഴിവുകൾ, റബ്ബിൻ്റെതായ അറിവ്, അവന്റെ കേൾവി, അവന്റെ കാഴ്ച, ഇതിലൊക്കെ നീ മറ്റൊരു പാർട്ട്ണറെ സ്ഥാപിക്കുമ്പോൾ അല്ലാഹ് പൊറുക്കാത്ത പാപമാണ്, കടുത്ത ദുൽമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് വമ്പിച്ച അക്രമമാണ്. ശിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം മാത്രമേ അവന്റെ സങ്കേതമുള്ളൂ. അവനൊരു സഹായിയെയും പരലോകത്ത് കാണുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈമാൻ ശരിപ്പെടുത്തിക്കോ. റബ്ബുനല്ലാഹ് എന്ന് പറയുമ്പോ നമ്മുടെ വിശ്വാസം ശരിയാവട്ടെ. ആ റബ്ബ് നൽകിയിട്ടുള്ള പാതയിലൂടെ മുന്നേറണം, അവനിൽ തവക്കുലാക്കണം. നിന്റെ കൈത്തണ്ടയിൽ കെട്ടിയിട്ടുള്ള, നിന്റെ അരയിൽ അണിഞ്ഞിട്ടുള്ള ഒരു ഐക്കല്ലിനും നിന്റെ രോഗം സുഖപ്പെടുത്താൻ സാധ്യമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് വിഷമിച്ച് തന്റെ അടുക്കലേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് പരിഹാരം തേടിക്കൊണ്ടുവന്ന സഹാബിമാർക്ക് ഒരു ചരടും മന്ത്രിച്ചു കൊടുത്തിട്ടില്ല, ഒരു മന്ത്രിച്ചു കൊടുത്തിട്ടില്ല, ഒരു തകിടിലും എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്റെ പേര് 1000 തവണ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. 1000 പോയിട്ട് 10 തവണയെങ്കിലും നിനക്ക്
നിനക്ക് വേദന വരുമ്പോ എന്റെ പേര് വിളിച്ചു പ്രാർത്ഥിച്ചോ എന്നല്ല പറഞ്ഞത്. മറിച്ചൊരു സഹാബിയദാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു, പ്രവാചകരോട് പറയുന്നു, നബിയേ, ശരീരത്തിൽ വേദനയുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് നമുക്കെല്ലാം മാതൃകയാണ്. വേദന തോന്നുന്ന നിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നീ കൈവെക്കണേ. ഞാനിനി പറയാൻ പോകുന്ന ദിക്ർ ദുആ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, എന്റെ ഉപ്പമാര് സഹോദരന്മാര് ശ്രദ്ധിക്കണം. വേദന വരുമ്പോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്നതിന്റെ മുമ്പ്, പനി വരുമ്പോ, തലവേദന വരുമ്പോ, നെഞ്ചുവേദന വരുമ്പോ, കാലുവേദന വരുമ്പോ, അങ്ങനെ പലയിടത്തും വേദന വരുമ്പോ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തദാവൂ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ ചികിത്സിച്ചോളൂ. ഏത് മരുന്നിനും ഏത് രോഗത്തിനും അള്ളാഹ് മരുന്നിറക്കിയിട്ടുണ്ട്. അത് അറിയുന്നവര് അറിയും, അറിയാത്തവര് അറിയില്ല. അങ്ങനെ ചികിത്സ ചെയ്യുന്നതോടൊപ്പം അതിന്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, പ്രാഥമികമായ ഒരു ചികിത്സയുണ്ട്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞോ ബിസ്മില്ലാ, 3 തവണ പറയണേ. ബിസ്മില്ലാ എല്ലാവർക്കും പഠിക്കാൻ കഴിയുമല്ലോ, നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ബിസ്മില്ല, മനസ്സറിഞ്ഞ് പറ ബിസ്മില്ല 3 തവണ. വേദന എവിടെയാ, ശരീരത്തിന്റെ ഏത് ഭാഗത്താ, അവിടെ കൈവക്ക്, പറയൂ, എന്നിട്ട് ബിസ്മില്ല. തുടർന്നു കൊണ്ട് 7 തവണ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവോട് അഭയം ചോദിക്കുന്നു, വഖുദ്റതിഹി, അവന്റെ മഹനീയമായ ശക്തിയിൽ വിശ്വസിച്ചതിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മിൻ ശർരി മാ അജിദു വഉഹാദിറു, എനിക്ക് അനുഭവപ്പെടുന്ന വേദന, ആ വേദന മുഖേന എന്തിലേക്കാ ഞാൻ അധപ്പതിപ്പിക്കപ്പെടുന്നത്, ചെന്ന് ചാടുന്നത് എന്ന പേടിയൊക്കെ എനിക്കുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കാവല് തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ചോദിക്കുന്ന ദുആ 7 തവണ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ സ്വഹാബി അത് നടപ്പിൽ വരുത്തുന്നു. ആ വേദന പിന്നെ എനിക്കുണ്ടായിട്ടില്ലെന്ന് മഹാനായ സ്വഹാബി രേഖപ്പെടുത്തുന്നു. തവക്കുലുള്ള മനസ്സോടെ, നല്ല വിശ്വാസത്തോടെ ഈ രംഗത്തേക്ക് കടന്നു വന്നാൽ ഒരു ജാറത്തിലേക്കും ജാറം മൂടാൻ, പിന്നെ രോഗശമനത്തിന് പോകാൻ പുത്തമ്പള്ളിയിലേക്കായിരുന്നാലും അമ്പുറത്തേക്കായിരുന്നാലും എവിടെ വെച്ചാണെങ്കിലും രോഗം ശിഫയാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്താൻ, നേർച്ചയാക്കാനോ, ജാറം മൂടാനോ, ഖബറിനെ മുത്താനോ, ചുംബിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സഹാബിമാരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഖബർ പോയി കണ്ടോളൂ, പക്ഷേ ഏത് ഖബറായിരിക്കണം? ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയർത്തപ്പെട്ട ഖബർ. അതാണ് മുസ്ലിമിന്റെ ആചാരം. ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും അത് നബിയായിരുന്നാൽ പോലും ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല. നേതാക്കന്മാരുടെ ഖബറൊക്കെ മദീനത്ത് അങ്ങനെയാ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 പേരും ഒരൊറ്റക്കെട്ടിന്റെ അകത്ത്, ഒരു റൂമിന്റെ അകത്ത്, ആയിഷുമ്മ ബീവി താമസിച്ചിരുന്ന വീട്ടിന്റെ അകത്തല്ലേ 3 ഖബറുകളും ഉള്ളത്. ആ ഖബർ ആദ്യകാലത്ത് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞത്, 3 ഖബറുകളും ഞങ്ങൾ കണ്ടപ്പോ ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയർത്തപ്പെട്ടതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാക്കന്മാര്? അവരെക്കാൾ വലിയ നേതാക്കൾ ഇനി ലോകത്ത് വരാനുണ്ടോ? ആ ഖബറിന്റെ രീതിയല്ലേ നമുക്കും വേണ്ടത്. അതുകൊണ്ട് ആരുടെ ഖബറാണെങ്കിലും ഒരു ചാടിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന് വേണ്ടി ഖബറടക്കാൻ വേണ്ടി ഖബർ കുഴിച്ചാൽ ആ ഖബറിലേക്ക് മണ്ണിട്ട് മൂടുന്ന നേരത്ത് പുറത്തു നിന്ന് മണ്ണ് ലോഡ് ചെയ്തടിക്കരുതേ, പുറത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഖബറിൽ ഇടരുതേ. ഖബറിൽ നിന്ന് കുഴിച്ച മണ്ണ് കൊണ്ട് തന്നെ നിങ്ങൾ ഖബർ മൂടണം. അപ്പോഴേ അത് ഒരു ചാൺ ഉയരമാവുകയുള്ളൂ. പുറത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാൽ അത് അപ്പുറത്തേക്കും ഉയർന്നു പോവില്ലേ എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ സംസാരിച്ചിട്ട്, ശാഫിഈ ഇമാമിന്റെ ആളുകളാണെന്ന് പറയുന്ന, ശാഫിഈ മദ്ഹബിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്നവരതാ മഹാത്മാക്കളുടെ മരിച്ച ഖബറടക്കി കഴിഞ്ഞ
കഴിഞ്ഞാൽ അതേ കല്ലുകൾ കൊണ്ടുവന്ന് മൂടുന്നു, പെയിന്റ് അടിക്കുന്നു, മാർബിൾ പതിക്കുന്നു. വമ്പിച്ച പണക്കാരന്റെ വീട്ടിലെ പെണ്ണിന്റെ മോളുടെ മടിയറയേക്കാൾ ഖബർ അലങ്കരിക്കുന്നു, വൈദ്യുത ബൾബുകളാൽ അലങ്കരിക്കുന്നു, പൂമാലകൾ ചാർത്തുന്നു, എണ്ണയൊഴിക്കുന്നു, അതിന്മേൽ ഖബറിൽ മേൽ പോയി മുത്തുന്നു, സുജൂദിന്റെ കോലത്തിൽ കിടക്കുന്നു. വട്ടമിട്ടിങ്ങനെ നടന്നിട്ട് തവാഫ് എന്ന് പറയൂല, പക്ഷേ വട്ടത്തിൽ നടന്നിട്ട് ഇങ്ങനെ യാസീൻ ഓതുന്നു. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സിയാറത്താണോ? അതേ അവസരത്തിൽ നമ്മുടെ ഉമ്മമാര് മരിച്ചു കിടക്കുന്ന ഖബറുകളില്ലേ, ഉപ്പമാരുടെ ഖബറുകളില്ലേ, ബന്ധുക്കളുടേതും അല്ലാത്തതുമായ പൊതു ഖബർസ്ഥാനുകളില്ലേ, പള്ളിക്കാടുകളില്ലതാ മൈലാഞ്ചി ചെടികൾക്കിടയിൽ, കുറ്റിക്കാടുകൾക്കിടയിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആയിരക്കണക്കിന് മയ്യത്തുകൾ അടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാനുകളുടെ സമീപത്തെത്തുമ്പോ ഈ ചീറിപ്പായുന്ന മോട്ടോർ സൈക്കിളിലൂടെയാണെങ്കിലും നിന്റെ കാറിലൂടെയാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ ഒന്ന് ബ്രേക്കിട്ട് നിർത്തിയിട്ട് അതിന്റെ നേരേക്കൊന്ന് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു തആല ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നു. നമ്മുടെ കാര്യം പറയുന്നു. എന്താ നമ്മുടെ കാര്യം? ഞങ്ങളും അധികം താമസിയാതെ നിങ്ങളെത്തിയ മണ്ണറക്കാട്ടിലേക്ക്, ഒരാളുടെയും സഹായമില്ലാത്ത ലോകത്തേക്ക് ഞങ്ങളും വരേണ്ടവർ തന്നെ എന്ന ചിന്തയുണ്ടാക്കാൻ വേണ്ടി നീ ഖബർ പോയി കണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ സിയാറത്ത് മുജാഹിദുകൾ എതിർത്തിട്ടില്ല. ആ സിയാറത്ത് ഇന്നും മുജാഹിദുകൾ അവർക്ക് കഴിയുന്നിടത്ത് ചെയ്യുന്നു. ബാപ്പയെ അടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാനിൽ പോകുന്നു, ഉമ്മയുടെ അടുത്ത് പോകുന്നു, ബന്ധുമിത്രാദികളെ അടക്കം ചെയ്തിട്ടുള്ള, ഇനി ഖബർ അറിയില്ലെങ്കിൽ പോലും ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സിയാറത്തിന് പോകുന്നു. അതേ അവസരത്തിൽ പുത്തൻപള്ളിയിൽ സിയാറത്തിന് പോകുന്നത്, മമ്പുറത്തേക്ക് പോകുന്നത്, അതുപോലെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇവർക്കൊക്കെ വന്ന് പൊറുക്കണേ അല്ലാ എന്ന് പറയാനാണോ? ഇവരുടെയൊക്കെ ഖബർ കണ്ടിട്ട് എനിക്കും മരിക്കണല്ലോ എന്ന് ചിന്തിക്കാനാണോ? അല്ലേ, അല്ല. കാരണം പരസ്യ കമ്പനി പരസ്യം കൊടുക്കുന്നത് തന്നെ പേപ്പട്ടി വിഷ, സർപ്പവിഷ നിവാരണം, രോഗശാന്തി, സന്താന നിവാരണ, സന്താനോൽപാദനം, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി, മക്കൾക്ക് നല്ല പുതിയാപ്പിള, അതുപോലെയുള്ള നൂറുകൂട്ടം നീറുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാതെ വിഷമിക്കുന്നുണ്ടോ? ഇന്ന ജാറത്തിലേക്ക് വന്നോളൂ, നേർച്ചയിട്ടോളൂ, അവരോട് സങ്കടം പറഞ്ഞോളൂ എന്ന് പരസ്യം കൊടുക്കുമ്പോ ഞാൻ സുന്നിയാണെന്ന് വെറുതെ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? സുന്നികളുടെ നേതാവ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി വിഷമം വന്ന നേരത്ത് സഹാബിമാരോട് ഒരിക്കലും ജാറം മൂടാൻ നിർദ്ദേശിച്ചിട്ടില്ല, അതിലേക്ക് പെട്ടി വെച്ച് പൈസ വെക്കാൻ പറഞ്ഞിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്താൻ പറഞ്ഞിട്ടില്ല, അവിടെ പൂമാലയിടാനും ചന്ദനത്തിരി പുകക്കാനും അവിടെ വെള്ളമൂടാനും പച്ചമൂടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കൊട്ടും കുരവയും മുട്ടും ബാല്യവും വാർദ്യവും വാർത്തയുമായിക്കൊണ്ട് ജാറങ്ങളിലേക്ക് പോകാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ബാൻഡ് മേളങ്ങളും മുട്ടും മേളവും ഒക്കെ ആയിട്ട് നേർച്ചപ്പൂരം എന്ന പേരിൽ സിയാറത്തിന് നടക്കുമ്പോ ചില ആളുകളൊക്കെ പറയാറുണ്ട്, മൗലവിമാരെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ നേരെ ആരോപണം പറയുന്നത്? ഞങ്ങളൊക്കെ പണ്ടേ ബാൻഡ് വാദ്യം ഹറാമെന്ന് പറഞ്ഞവരാണ്, കുഴൽ വിളി പാടില്ലെന്ന് പറഞ്ഞവരാണ്. എന്നാൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പണ്ഡിതന്മാരിൽ തലമൂത്ത പണ്ഡിതന്മാരെന്ന് പറയുന്ന ശാലിയത്തുകാരനായ ശാലിയാത്തി, അദ്ദേഹത്തിന്റെ ഫത്വ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? ഇന്ന് വരെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് എന്താണ്? ഖബർ സിയാറത്തിന് പോകുമ്പോ മുട്ടും വിളിയും ചെണ്ടയും കൊണ്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. ആർക്കാണത് നിഷേധിക്കാൻ കഴിയാ? മമ്പർത്തപ്പാപ്പാന്റെ കൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടും വിളിയുമായി ചെന്നവർക്കല്ലാതെ കൊടുത്തിരുന്നില്ല എന്നാ എഴുതി വെച്ചത്. അതുപോലെ റംലി തങ്ങൾ അതിന്റെ ആളാണെന്നാ എഴുതി വെച്ചത്.
എത്രയെത്ര കിതാബുകളിൽ ഉണ്ടെന്നാ തെളിവ് പറഞ്ഞത്. എന്നിട്ട് മുജാഹിദുകൾ അതിനെ എതിർക്കുമ്പോ പറയും ഞങ്ങളൊക്കെ പണ്ടേ എതിർത്തു എന്ന്. എങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങൾ പറയണം, ശാലിയാത്തി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? ഇനി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? കാരണം തെന്നിന്ത്യൻ മുഫ്തി എന്നാണ് ശാലിയാത്തിയെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാ സൂചിപ്പിക്കുന്നത് എവിടെയൊക്കെയോ തകരാറ് പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൈമാറി, സഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറി, അവിടുന്ന് ഇങ്ങനെ ഇമാമിങ്ങൾക്ക് കൈമാറി പോന്ന ആ ദീനിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഇന്ന് നമ്മുടെ കൈവശം വന്ന് ചേർന്നിട്ടുള്ളത്. എവിടെയൊക്കെയോ ആരൊക്കെയോ ഇടയ്ക്ക് തിരികെ കയറ്റിയ പലതും ദീനെന്ന പേരിൽ നാട്ടുനടപ്പിലുണ്ട്. അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് വന്നാലല്ലാതെ രക്ഷയില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, സിയാറത്തിനെ ഒരിക്കലും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പോക്ക് തെറ്റല്ല. അതേ അവസരത്തിൽ അവരോട് പ്രാർത്ഥിക്കാനുള്ള പോക്കാണ് തെറ്റും ശിർക്കുമാകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ വേണ്ടേ? നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആള് വേണ്ടേ? നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ആള് വേണ്ടേ? നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആള് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പോയാൽ ആ മയ്യത്തിനെ മൂടിയിട്ടുള്ള തുണി മുഖത്ത് നിന്ന് മാറ്റിയിട്ട് ആ മയ്യത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് നെടുവീർപ്പിട്ട് തിരിച്ചു പോരാനല്ലല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ആ ജനാസ കാണുന്ന വേളയിൽ ആ മയ്യത്തിന്റെ പേര് ബാക്കി ചേർക്കണം. മുഹമ്മദ് ആണെങ്കിൽ അങ്ങനെ അല്ലാഹുമ്മഗ്ഫിർലി മുഹമ്മദ് വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീ എന്ന് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അർത്ഥം വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സമയപരിധി കൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല. ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. മരിച്ച വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ കേവലം ജനാസ കാണൽ ചടങ്ങല്ല നടത്തേണ്ടത്. ആ ജനാസക്കരികിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം നമ്മൾ കാണാത്ത മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഇദാ ഹദർതുമുൽ മരീള വിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ഒരു രോഗിയുടെയോ മയ്യിത്തിന്റെയോ സമീപത്ത് ഹാജരായാൽ നിങ്ങൾ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലത് പറയണം. കാരണം മലക്കുകൾ നിങ്ങളുടെ ദുആക്ക് ആമീൻ പറയുന്നുണ്ട്. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഇത് മുജാഹിദുകൾ ചെയ്യുന്നതാണ്. പക്ഷേ സാന്ദർഭികമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസ് ഓതിക്കൊണ്ട് ഈ ഉള്ളവൻ ഷാർജയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഇടക്ക് വളരെ കൃത്യമായി പറഞ്ഞു, ഈ ജനാസയുടെ സമീപത്ത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇങ്ങനെയാണ് ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്. മറിച്ച് അവിടെ യാസീൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്ന് വിശദമായി ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേ കിട്ടിപ്പോയി എന്ന നിലക്ക് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാര്, ദുഷ്ട മനസ്സുള്ള ചില മുസ്ലിയാക്കന്മാര്, അവർക്കല്ല നേർവഴി കൊടുക്കട്ടെ, പ്രാർത്ഥിച്ചു പോവുകയാണ്. കാരണം ഞാൻ ഹയാത്തിലുള്ള മനുഷ്യനാണ്, ഞാൻ മരിച്ചു പോയിട്ടില്ല. ഈമാനോടെ അല്ലാഹു നമുക്കെല്ലാം മരണം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എൻ്റെ പ്രസംഗത്തെ അതാ 4 സ്ഥലത്ത് നിന്ന് വിദഗ്ധമായി ആധുനിക കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുറിച്ചു നീക്കുകയാണ്. അങ്ങനെ മരിച്ചയിടത്ത് നമ്മൾ രോഗിയുടെ ആ മരിച്ച മയ്യത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖുർആൻ ഓതുകയല്ല വേണ്ടത്, യാസീൻ ഓതുകയല്ല വേണ്ടത് എന്ന് പറയുന്ന ഭാഗം അങ്ങ് അടർത്തി മാറ്റിയിട്ട് അങ്ങനെ യാസീൻ ഓതാനും
ഖുർആനോദാനും ഇതാ മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫി പോലും ഇതാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിന്റെ 3-4 സ്ഥലത്ത് കത്രിക വെച്ച് മുറിച്ചിട്ട് കള്ള ക്ലിപ്പുണ്ടാക്കിയിട്ട് അതേ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ കൊണ്ട് പോലും റബീഉൽ അവ്വലിന്റെ സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ നേതാവ് ഹുസൈൻ സലഫി അതാ പറയുന്നു എന്ന് കുട്ടികളെ കൊണ്ട് നാടകം കളിപ്പിക്കുന്ന ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾക്കും മരിച്ചു പോകണ്ടേ, എനിക്കും മരിക്കണ്ടേ? ആ പ്രസംഗത്തിന്റെ പൂർണ്ണഭാഗം ആർക്കും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. 84ഓളം സീഡികളിലൂടെയായി അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഷാർജയിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ അവിടുത്തെ പള്ളികളിലും മറ്റു സ്ഥലത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള പരലോക വിശ്വാസമെന്ന നീണ്ട വിഷയത്തിന്റെ 84 സീഡികളിലെ 3-ാമത്തെ സീഡിയിൽ നിന്ന് ഒരു ഭാഗം കട്ടുമുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ആശയത്തിനെതിരെ ക്ലിപ്പുണ്ടാക്കിയിട്ട് അത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് റബീഉൽ അവ്വലിലെ നാടകം കളിപ്പിക്കുന്ന സംഭാഷണ പ്രസംഗത്തിലൂടെയൊക്കെ ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ എന്താ പറയാനുണ്ടാവുക? ജീവിച്ചിരിക്കുന്ന ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ കൃത്രിമം നടത്തുമ്പോ മഹാന്മാരായ നേതാക്കന്മാർ എഴുതി വെച്ച മരിച്ചുപോയ ആ നേതാക്കളുടെ കിതാബിൽ നിങ്ങൾ എത്ര കൃത്രിമം വരുത്തുന്നുണ്ടാകും, എത്ര കട്ടുമുറിക്കുന്നുണ്ടാകും. ഈ ഉള്ളവന്റെ മലയാള വാചകമാ നിങ്ങൾ കട്ടുമുറിച്ചത്, എന്നിട്ടും നിങ്ങൾക്ക് പേടി തോന്നിയില്ല. അങ്ങനത്തെ നിങ്ങൾ എത്ര അറബി വാചകം കട്ടുമുറിക്കുന്നുണ്ടാകും. ചിന്തിക്കണേ ഉമ്മമാരെ, ചിന്തിക്കണേ ഉപ്പമാരെ, കള്ളവാദികളുടെ കള്ളപ്രചരണത്തിൽ കുടുങ്ങിപ്പോകരുത്. അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആനോദലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹുവോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്? അതുകൊണ്ടാ പറയുന്നത്, മരിച്ചയിടത്ത് ഖുർആനോദാനോ യാസീനോദാനോ അല്ല പറഞ്ഞത്. അവിടുന്ന് ജനാസക്കരികിലെത്തിയാ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ജനാസ കൊണ്ടുപോകുമ്പോ മൗനം പാലിച്ചു കൊണ്ടുപോകാനാ പറഞ്ഞത്. ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കാനാ പറഞ്ഞത്. അത് ആണിനും നിസ്കരിക്കാം, പെണ്ണിനും നിസ്കരിക്കാം. പക്ഷേ ഞങ്ങൾ മാത്രമാണ് സുന്നി എന്ന് പറയുന്ന സുന്നത്തില്ലാത്ത കക്ഷികളതാ. പാവപ്പെട്ട ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് മരിച്ചാൽ പോലും, പെണ്ണേ നീ ജനാസ നിസ്കരിക്കാൻ നിനക്ക് പാടില്ലെന്ന് പറഞ്ഞു വിലക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ മുടക്കുന്നു. പെങ്ങളോട് പറയുന്നു ആങ്ങളക്ക് വേണ്ടി നിസ്കരിച്ചൂടാ എന്ന് പറയുന്നു. എന്ത് ഇസ്ലാമാ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത്? നിങ്ങളുടെ നേതാവ് ആരാണ്? ഞങ്ങളുടെ നേതൃസ്ഥാനത്തുള്ള ഞങ്ങളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, സഹാബിമാരിൽപ്പെട്ട ഒരാൾ വഫാത്തായപ്പോ മറ്റു സഹാബിമാർക്ക് വിവരം കൊടുക്കുകയാണ് നമ്മുടെ ഉമ്മ ആയിഷ ബീവി. അവരുടെ ജനാസ കൊണ്ടുപോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് നിർത്തിത്തരണേ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. സഹാബത്ത് മരിച്ചപ്പോൾ ജനാസ നിസ്കരിക്കുന്നുവെങ്കിൽ അതേ കാന്തപുരം മുസ്ലിയാരടക്കമുള്ള ആ കക്ഷികൾ പലപ്പോഴും റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് വെറുതെ പറയുമ്പോഴും അവര് പറയുന്നു, പെണ്ണേ നിനക്ക് ജനാസ നിസ്കരിക്കാൻ പാടില്ലോ. ആരാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാനുള്ള കർമ്മങ്ങൾ മുടക്കുന്ന മുടക്കികൾ ആരാണ്? മുജാഹിദുകളാണോ നന്മ മുടക്കികൾ? മുജാഹിദുകളാണോ നിസ്കാരം മുടക്കികൾ? മുജാഹിദുകളാണോ ദിക്ർ മുടക്കികൾ? ചോദിച്ചു നോക്കൂ നിങ്ങൾ മുസ്ലിയാക്കന്മാരോട്. അതേ പെണ്ണേ നീ നിസ്കരിക്കണ്ടെന്ന മറുപടിയല്ലേ അവര് പറയുക. അതേ അവസരത്തിൽ നേതാവായ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിച്ചത് ബുഖാരിയിലില്ലേ, സ്വഹീഹായ ഹദീസിലില്ലേ? അവരല്ലേ നമ്മുടെ നേതാക്കന്മാര്, അവരല്ലേ നമ്മുടെ മാതൃകാ ഉമ്മമാര്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റ് കേട്ടിട്ടുണ്ടാകും. ഇവർക്ക് അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, ദുആർക്കൂല, സ്വലാത്ത് ചൊല്ലൂല, മരിച്ചോൽക്ക് വേണ്ടി ഒന്നും ചെയ്യൂല, മക്കൾ ബാപ്പാനൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പള്ളിക്കാട്ടിലങ്ങ് അടക്കിയിട്ട് തിരിച്ചു പോരും. ആണോ? അങ്ങനെയാണോ? ബാപ്പക്ക് വേണ്ടി നിസ്കാരം നിർവഹിച്ച് ആ ബാപ്പയുടെ ജനാസ മണ്ണിലേക്ക് ആഴ്ത്തിയിട്ട്, ഉമ്മയുടെ ജനാസ മണ്ണിലേക്ക് ആഴ്ത്തിയിട്ട് മക്കളടക്കം അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ആ നിർദ്ദേശത്തിന്റെ ആശയത്തിന് വിരുദ്ധമാകാത്ത നിലക്കുള്ള ദിക്റുകൾ, ദുആകൾ അവർക്ക് വേണ്ടി നിർവഹിക്കുന്നു. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദസ്സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. അല്ലാഹ് മലക്കുകൾ ചോദിക്കാൻ വരുന്ന നേരമാണ്. റബ്ബാരെന്ന ചോദ്യമുണ്ട്, നബിയാരെന്ന ചോദ്യമുണ്ട്, ദീനെന്തെന്ന ചോദ്യമുണ്ട്. അതേ എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ എന്റെ ഉമ്മാക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, ഉപ്പാക്ക് തൗഫീക്ക് നൽകണേ, ഈ മയ്യത്തിന് തൗഫീക്ക് നൽകണേ. മുജാഹിദുകൾ അത് ചൊല്ലുന്നില്ലേ? കാരണം എത്രത്തോളം ഒരു സന്നിഗ്ധ ഘട്ടമാണിപ്പോൾ ആ മയ്യത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതേ ജനാസ അടക്കിക്കഴിഞ്ഞ് അല്പസമയം താമസമാകുമ്പോഴേക്ക് മലക്കുകൾ വരുന്നു, എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ചോദ്യമുണ്ട്, നിന്റെ റബ്ബാരടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും ചോദ്യമുണ്ട്, ഇയാളെ കുറിച്ച് നിനക്ക് എന്തറിയാം? മുഅ്മിനീങ്ങളാണെങ്കിൽ പറയും അത് അല്ലാഹുവിന്റെ റസൂലാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അള്ളാഹുവിന്റെ റസൂലാണ്, ഞങ്ങളിലേക്ക് ദീനുമായി വന്ന നേതാവാണ്. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. 5 നേരത്തെ പ്രാർത്ഥനയിലും ഉമ്മമാരെ, ഉപ്പമാരെ, ഓ മക്കളെ, ഈ ദുആ നമ്മൾ മറന്നുപോകല്ല. പടച്ച റബ്ബിനോട് കുറിച്ചുള്ള ചോദ്യം ഖബറിൽ വരുമ്പോ, റസൂലുള്ളാഹിനെ കുറിച്ച് ചോദ്യം വരുമ്പോ, അള്ളയാണ് റബ്ബെന്ന് പറഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞ് ഹബീബ്
ഹബീബ് പറഞ്ഞതുപോലെ ജീവിച്ച്, ഹബീബ് പറഞ്ഞ ആശയത്തെ സ്നേഹിച്ച്, ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ പോലും അവിടുത്തേക്ക് വേണ്ടി ദുആയിരുന്നുകൊണ്ട്, അവിടുന്ന് പറഞ്ഞ സുന്നത്തുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയ മുത്തഖിയായ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഖബറിൽ വെച്ച് മുൻകർ നകീറിന്റെ ചോദ്യം വരുമ്പോ അവര് മണിമണിയായിട്ട് പറയും ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളിലേക്ക് വ്യക്തമായ തെളിവുകളും സന്മാർഗവുമായി കൊണ്ട് ഞങ്ങളിലേക്ക് വന്ന നബിയാണിത്. ഫഅജബ്നാ, അതൊക്കെ വന്നു കിട്ടിയപ്പോ ഞങ്ങൾ ആ ഹദീസുകളെ തള്ളിയിട്ടില്ല, ആ ഹദീസ് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, ആ ഹദീസ് എന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, ആ ഹദീസ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് ഞാൻ ഹദീസിന്റെ നിഷേധിയായിട്ടില്ല. ആ ഹദീസ് വായിച്ചപ്പോ അറപ്പോടെ ഞാൻ ചാടിക്കടന്നിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ഓരോ ബയ്യിനാത്തുകളെയും അവിടുന്ന് പഠിപ്പിച്ച ഓരോ തെളിവുകളെയും ഞങ്ങൾക്ക് വന്നു കിട്ടിയപ്പോഴൊക്കെ ഖബറിൽ വെച്ച് നമ്മൾ പറയേണ്ട വാചകമാണ് ഫഅജബ്നാ, ഞങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. വത്തബഅനാ, ഞങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ തള്ളിക്കളയാതെ ഞങ്ങൾ അതിനെ ഇത്തിബാഴ് ചെയ്തിട്ടുണ്ട് എന്ന് 3 തവണയങ്ങ് ഹുവ മുഹമ്മദുൻ ഹുവ മുഹമ്മദുൻ ഹുവ മുഹമ്മദുൻ എന്നിങ്ങനെ മുഅ്മിനീങ്ങൾ ഖബറിൽ വെച്ച് മലക്കുകളോട് പേടി കൂടാതെ മറുപടി പറയുമ്പോ മലക്ക് പറയുകയാണ് നം സാലിഹാ, ശാന്തമായി ഉറങ്ങിക്കോ, സ്വർഗം കണ്ടോളൂ, സ്വർഗീയ ആനന്ദങ്ങൾ ഇപ്പോഴേ അനുഭവിച്ചോളൂ, സ്വർഗീയ പരിമളം ഖബറിലേക്ക് തുറന്നു വെക്കപ്പെട്ടു പോയി. നല്ല നല്ല കാഴ്ചകളുടെ ലോകത്തേക്ക് ഖബറിൽ കിടക്കുന്ന മുഅ്മിനിന്റെ കാഴ്ചകൾക്ക് അതേ ഡയറക്ഷൻ കിട്ടിപ്പോയി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ അത്തരക്കാരിൽ നീ ഉൾപ്പെടുത്തണമേ. അതേ അവസരത്തിൽ ഇതിനൊരു മറുവശമുണ്ട്. മുനാഫിക്കായ മനുഷ്യനും അതുപോലെ തന്നെ ദീനിൽ ഒന്നിലും ഉറച്ചു നിൽക്കാതെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ഏലസ് കെട്ടുകയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും തെറ്റുകളിലേക്കും ലഹരിയിലേക്കും സെക്സിലേക്കും പലിശയിലേക്കും അതുപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങളിലേക്കൊക്കെ വഴിമാറിക്കൊണ്ട് ജീവിച്ച അങ്ങനത്തെ മനുഷ്യനോട് ചോദിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിനക്കെന്തറിയാമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അപ്പോഴേ ആണായാലും പെണ്ണായാലും കിടുകിടാ വിറച്ചുകൊണ്ട് അവൻ പറയുന്നു ലാ അദ്രീ, എന്നോടൊന്നും ചോദിക്കല്ല, എനിക്കറിഞ്ഞുകൂടാ. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അത് ഞാനും പറഞ്ഞു എന്നതല്ലാതെ എനിക്ക് വിവരമില്ല, എനിക്ക് നേതാവിനെ കുറിച്ചറിയില്ല, അവിടുന്ന് പഠിപ്പിച്ച തൗഹീദ് അറിയില്ല, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത് അറിയില്ല, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാതെ അത് പഠിപ്പിക്കാൻ വന്നവരെയൊക്കെ ഞാൻ പുത്തൻവാദികളാക്കി, ഞാൻ അവരെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു, ഞാൻ അവർക്കെതിരെ കൂക്ക് വിളിച്ചു, ഞാൻ അവരെ തെറി പറഞ്ഞു, ഞാൻ അവർക്കെതിരെ ആരോപണം പറഞ്ഞു. അങ്ങനെ ഒന്നും അറിയാത്ത കോലത്തിൽ ഞാൻ ഈ ഖബറിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നേരത്ത് മലക്കദാ സുമ്മ യുദ്റബു ബിമിത്റഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള വലിയ ഒരു ദണ്ഡെടുക്കുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇരുമ്പിനാലുള്ള വലിയ ഒരു ദണ്ഡെടുത്തിട്ട് അടിക്കുകയാണ്. വർബത്തൻ ബൈന ഉദ്നൈ, അവന്റെ ഇരുചെവികൾക്കിടയിൽ ഒരൊറ്റ അടിയാണ്. ഭൂമിയിലേക്കാണ് താഴ്ന്നു പോവുകയാണ് ആ മയ്യത്ത് മനുഷ്യൻ. അവൻ അട്ടഹസിക്കും. ഫയസീഹു സൈഹതൻ, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സത്യം മാത്രം പറയുന്ന ഹബീബാണ് നമ്മോട് പറയുന്നത്, ശ്രദ്ധിച്ചോ. ഫയസീഹു സൈഹതൻ, ആ മയ്യത്തതാ മനുഷ്യനതാ ഖബറിൽ കിടന്നുകൊണ്ട് ഒരു വമ്പിച്ച അലർച്ചയാണ്, ഒരു വമ്പിച്ച അട്ടഹാസമാണ്. യസ്മഉഹാ, ആ അട്ടഹാസം കേൾക്കും ജനങ്ങളെ. മൻ യലി, ആ ജനാസയുടെ ആ മനുഷ്യന്റെ അടുത്തുള്ള എല്ലാവരും കേൾക്കും. ഇല്ല സഖലഹീൻ,
മനുഷ്യവർഗവും കേൾക്കൂല, ജിന്നുവർഗവും കേൾക്കൂല. മനുഷ്യരും ജിന്നുമല്ലാത്ത മറ്റുള്ളവയൊക്കെ ആ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് സത്യം മാത്രം പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ആ ഭീകരമായ ശിക്ഷ നടക്കാൻ പോകുന്ന ഖബറാണ്. ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാണ്, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ, ഈ ഖബറിൽ കിടക്കുന്ന സഹോദരന് സഹോദരിക്ക് നിന്റെ മലാഖമാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ സ്ഥൈര്യം നൽകിയിട്ട് ശരിയായ ഉത്തരം നൽകാൻ തോന്നിപ്പിക്കണേ അല്ലാ. മറിച്ച് പുത്തൻവാദികൾ എന്താ ചെയ്യുന്നത്? അവരതാ ഒരു മുസ്ലിയാർ അവിടെ ഖബറിന്റെ സമീപത്ത് കുടയും ചൂടിയിരിക്കുന്നു. എന്നിട്ട് മയ്യത്തിനെ വിളിച്ചു പറയുന്നു, നിന്റെ അടുക്കൽ ഇപ്പോൾ മലക്കുകൾ വരും, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, നിന്നോട് ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നീ ഇന്ന ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്നാ മനുഷ്യനോട് വിളിച്ചു പറയുന്ന തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായത്തിന് അള്ളാന്റെ റസൂലിന്റെ ദീനിൽ മാതൃകയില്ല. അതുകൊണ്ടാ പറയുന്നത്, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞോളണം, ഇല്ലാത്തതിനെ വർജിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ചെയ്തോളണം, വർജിച്ചത് വർജിച്ചേക്കണം, വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ രൂപത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അങ്ങനെ നമ്മുടേതായ കൃത്യമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാവണം. അതിന് നമ്മൾ യോഗ്യരാവണം. അല്ലാതെ ആയിരങ്ങൾ നമുക്ക് വേണ്ടി നിസ്കരിച്ചിട്ടും കാര്യമില്ല. നമ്മളതിന് യോഗ്യരല്ലെങ്കിൽ ആ യോഗ്യതയാണ് തൗഹീദ്, ആ യോഗ്യതയാണ് നമ്മുടെ ഈമാൻ. ഈമാനുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും ആര് തന്നെ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല എന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത്രയും സീരിയസ് ആയ വിഷയമായതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളിത് പഠിക്കണം, ഉൾക്കൊള്ളണം. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ മക്കളിലാണ്. എൻ്റെ മോന് വരും എൻ്റെ ഖബറിന്റെ അടുത്ത്. ഇനി വരാത്തൊരു ദൂരത്താണ് എൻ്റെ മോനെങ്കിലും എൻ്റെ മോൻ എന്നെ മറക്കൂല, എൻ്റെ മോൾ എന്നെ മറക്കൂല. എനിക്കതൊരു പ്രതീക്ഷയാണ്, നമുക്കതൊരു പ്രതീക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമുക്ക് അമല് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ മരണത്തോടെ നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് വരും. നമ്മൾ ചെയ്തിട്ടുള്ള ജാരിയായ സദഖകൾ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വരും. നമ്മുടെ വളർത്തിയുണ്ടാക്കിയ നല്ലവരായ മക്കൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കളായി മാറണം. അതിനെന്ത് വേണം? ആ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥയോളം മക്കളെ നമ്മൾ വളർത്തണം. കുഞ്ഞും നാളിലെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളടേ രക്ഷിതാക്കളെ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതേ MSMന്റെ കുട്ടികളുടെ ബാലതലം മുതൽ അവർക്ക് വേണ്ടി സമ്മേളനങ്ങളും ഉത്ബോധനങ്ങളും സംഘടിപ്പിക്കുകയാണ്. അതിന്റെ പുറമെ തുടർച്ചയായി അതാ തുടർ വിദ്യാഭ്യാസ മതരംഗത്തുള്ള ഉത്ബോധനം CRE നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ഹൈസെക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതാ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെയുള്ള ആളുകളുമൊക്കെയായി പുറത്തിറങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതാ പ്രോഫ്കോഡ് സംഘടിപ്പിച്ചു വരുന്നു. ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലതയുള്ള MSMന്റെ വിദ്യാർത്ഥി സമൂഹം 20 കൊല്ലത്തോളമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ആ പ്രോഫ്കോൺ ഇതാ അടുത്ത മാർച്ച് 11, 12, 13 തീയതികളിലായി എറണാകുളം ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. അതിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളത് ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക ദുന്യാവെന്നാണ് നമുക്ക് വേണ്ടത്. ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത് നരകം നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ പ്രതിവിധി ചെയ്യാനല്ല, ഇവിടെ വെച്ച് ചെയ്യാനാണ്. നമ്മുടെ മക്കൾക്ക് മതബോധം നൽകണം, അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള മോഹമുണ്ടാകണം. അതേ സദാചാരത്തോട് ചേർന്നിരിക്കാനാ പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ പോയിട്ട് എനിക്ക് പെണ്ണിന്റെ കൂടെ ചേർന്നിരിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ബെഞ്ചിലിരിക്കണം എന്ന് പറയുന്ന മക്കളെയല്ല. അല്ലാഹുവേ, നീ
ഇഷ്ടപ്പെടുന്ന മക്കളാവണം, നീ പൊരുത്തപ്പെടുന്ന മക്കളാവണം. ബാപ്പയെ തെറി പറയുന്ന മക്കളാവരുത്, ഉമ്മയെ ചവിട്ടിപ്പോകുന്ന മക്കളാകരുത്, ബാപ്പക്കും ഉമ്മക്കുമെതിരെ ശകാരം ചൊരിയുന്ന മക്കളാവരുത്. അതേ, സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ദിശാബോധം നൽകാൻ കെൽപ്പുള്ള മക്കൾ സമൂഹത്തിന്റെ എല്ലാ രംഗത്തും വളരണം. അത് ബാലതലം തൊട്ടുണ്ടാകണം, കൗമാരക്കാരിലും ടീനേജുകാരിലും ഉണ്ടാകണം, ഹൈസെക് വിദ്യാർത്ഥികളിൽ ഉണ്ടാകണം, പ്രൊഫഷണൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാകണം, യുവാക്കളിൽ ഉണ്ടാകണം, ചെറുപ്പക്കാരിൽ ഉണ്ടാകണം, വൃദ്ധന്മാരിൽ ഉണ്ടാകണം. എല്ലാ തലങ്ങളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം. കാരണം നമുക്ക് പറയാനുള്ള ഈ ദീന് അത് കേൾക്കേണ്ടിടത്ത് നിന്ന് കേൾക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ദീന് കേൾക്കാൻ പിന്നെ എവിടെയാണ് അവസരം? അതുകൊണ്ട് നല്ലത് കേൾക്കാതെ മരിച്ചുപോയാൽ നരകം വരാനുണ്ട്. നരകത്തിയിലെത്തിയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. നരകവാസികളുടെ വിലാപം അല്ലാഹു പറയുന്നത് കേട്ടില്ലേ? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കേട്ടതൊക്കെ ഞങ്ങൾ ചിന്തിച്ച് അതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഈ കത്തിയാളുന്ന നരകത്തിയിൽ വന്ന് വീഴില്ലായിരുന്നല്ലോ. യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂല. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ള പറഞ്ഞതുപോലെ നടന്നിരുന്നെങ്കിൽ, ആ റസൂലുള്ളാന്റെ പേരിൽ നുണ പറയാതിരുന്നുവെങ്കിൽ, നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുടി പ്രദർശിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അവഹേളിക്കുന്ന കക്ഷിയിൽ ഞാൻ പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. ഹബീബിനെ മനസ്സിലാക്കേണ്ടത് ഹബീബ് പഠിപ്പിച്ച മാർഗങ്ങളിലൂടെയാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി തഖറതു മഅർ റസൂലി സബീലാ. ഇന്നാലിന്നവന്റെ മാർഗം ഞാൻ പിൻപറ്റാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത് തെളിവും ആയത്തും ഹദീസും ഒക്കെ ഓതിയിട്ട് നസീഹത്തോടെ ഞങ്ങളോട് ഉപദേശിക്കാൻ ആളുകളൊക്കെ വന്നപ്പോഴും ഞങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇന്നാ തഅനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ ചില സാദാത്യങ്ങളൊന്നും ഞങ്ങളുടെ ചില മശായിഖന്മാരെന്നും ഒക്കെ പേരിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പല പേരുകൾ നൽകി ആദരിച്ച് അവരെയൊക്കെ ഞങ്ങൾ പിൻപറ്റിപ്പോയല്ലോ. ഫഅദല്ലൂനാ, അങ്ങനെ അവര് ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് നരകാഗ്നിയിൽ വെച്ച് കൈകടിച്ച് അവിടെ വെച്ച് അതേ വിലപിക്കേണ്ട സമയം വരുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് ചിന്തിച്ചോ. അല്ലാഹു പറഞ്ഞ പ്രമാണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ തെളിവുകളും പ്രമാണങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ വിശ്വാസം ശരിക്കും തന്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കിയിട്ട് ലഹരിയുടെ ലോകത്തോട് വിട പറഞ്ഞിട്ട്, അനാശാസ്യങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞിട്ട്, പലിശയുടെയും മറ്റു സാമ്പത്തികമായ കള്ളത്തരങ്ങളുടെയും മേഖലയിൽ നിന്ന് മാറി നിന്നിട്ട് അതുപോലെയുള്ള എല്ലാ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് 5 നേരം നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൃത്യമായി കൊടുക്കുകയും നോമ്പനുഷ്ഠിക്കുകയും വീട്ടിൽ ഖുർആൻ പാരായണം നടപ്പിലാക്കുകയും സുന്നത്തുകൾ അധികരിപ്പിക്കുകയും അങ്ങനെ അങ്ങനെ റബ്ബിനോടടുത്താൽ, പടച്ച റബ്ബിന്റെ ഓഫറാണ്, നിങ്ങൾ എന്നോട് ഒരു ചാണെടുത്താൽ ഞാൻ നിങ്ങളോടൊരു മുഴം എടുക്കും, ഒരു മുഴം എന്നോടെടുത്താൽ ഒരു മാറെടുക്കും. നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുമ്പോ ഈ ദീന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. തെറ്റിദ്ധാരണകൾ പലരും പലതും പറയും. അവർക്ക് അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, മുഅ്ജിസത്തുകളില്ല, കറാമത്തുകളില്ല, ദിക്റില്ല, ദുആയില്ല, സ്വലാത്തില്ലെന്നൊക്കെ പലരും പറയുമ്പോഴും ആ വസ്തുത അത് ശരിയാണോ എന്ന് കൃത്യമായി അതിന്റെ വക്താക്കളിൽ നിന്ന് നിങ്ങൾ പഠിക്കണേ. ഈ ത്വാഹാ ബീച്ചിൽ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പള്ളിയുണ്ടല്ലോ, അവിടെയുള്ള ഖുതുബകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയും അതാ
ഇസ്ലാം പഠിപ്പിച്ചതുപോലെ സഹോദരിമാർക്കും സൗകര്യമുണ്ട്, അവർക്കും ദീന് കേൾക്കാൻ അവസരമുണ്ട്. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നതുപോലെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാണ് ഖുത്ബ നടക്കുന്നത്. നിങ്ങളൊന്ന് കേൾക്കൂ, ഖുർആനിന്റെ പഠിതാക്കളാകൂ, ഹദീസുകൾ നിങ്ങൾ പഠിക്കൂ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെതായ പ്രാധാന്യം ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചത്തിന്റെ ആ കൃത്യമായ സ്രോതസ്സിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഇന്റർനാഷണൽ ഖുർആൻ കോൺഫറൻസ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് വമ്പിച്ച ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അതിന്റെ പ്രഖ്യാപന സമ്മേളനം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ഇനി ആ ഗൾഫ് തല പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യമെമ്പാടും ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താനും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർക്കാനും അതിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാനുമുള്ള ആ മഹാസമ്മേളനത്തിന്റെ പ്രചരണത്തിൽ നിങ്ങൾ ഏർപ്പെടണം. വീട് വീടാന്തരം ഈ സന്ദേശമെത്തണം. നമ്മുടെ ഭവനങ്ങളിൽ ദിക്റുകൾ ഉയരണം. ഖുർആനോത്ത് നമ്മുടെ വീടുകളിൽ ഒരു ദിവസവും ഇല്ലാതാവരുത്. രാവിലെ മുതൽ രാത്രി ഉറങ്ങും വരെയുള്ള ദിക്റുകളൊക്കെ നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ചൊല്ലണം. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചൊല്ലിയോ എന്ന് ഉറപ്പ് വരുത്തണം. രക്ഷിതാക്കൾക്ക് അത് ഓർമ്മ വരുത്തണം. ജോലിക്കിറങ്ങുമ്പോൾ അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ സ്നേഹത്തിന്റെ ചിരിയുമായി നിങ്ങൾ അവരെ കാത്തു നിൽക്കണം. ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രായമായ ഉമ്മയെ അവഗണിച്ചു പോകരുത്, ഉപ്പയെ അവഗണിച്ചു പോകരുത്. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. അയൽപക്ക ബന്ധങ്ങൾ മറന്നു പോകരുത്. തീവ്രവാദ ഭീകരവാദ ഭീഷണികളുടെ പിന്നാലെ പോയിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള സൗഹൃദത്തിന് കത്തിവെച്ചു പോകരുതേ. അതേ അവസരത്തിൽ മതസൗഹാർദ്ദം എന്ന നിലക്ക് നമ്മുടെ ദീനിന്റെ ആശയത്തെ വിറ്റുകളയുകയും ചെയ്യരുത്. ദീനായി തന്നെ നിലനിർത്തുകയും മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണുകയും ചെയ്തുകൊണ്ട് സർവ്വസൗഭാഗ്യത്തിന്റെ ഒരു സന്ദേശത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് നമ്മൾ ഒന്നായി മാറണേ. തെറ്റിദ്ധരിച്ചവർക്കത് തിരുത്തി കൊടുക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിലും ഈ ശബ്ദത്തിന് കാതോർത്തിരിക്കുന്ന ഈ സൽക്കർമ്മം അല്ലാഹു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സഹോദരങ്ങൾ ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. ഈ സ്ഥലം നൽകി അനുഗ്രഹിച്ചവരുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ചെലവഴിച്ചവരുണ്ട്. പലരും രോഗികളാണ്, പലരും ഇന്ന് മരിച്ചുപോയവരടക്കമുണ്ട്. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ശിഫ നൽകണമേ നാഥാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറുകളെയൊക്കെ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തരണേ അല്ലാ. നിന്റെ അനുഗ്രഹമായ നിന്റെ ബർക്കത്ത് കുടികൊള്ളുന്ന ഈ ജലാശയത്തിൽ നിന്ന് ഉപജീവനം മാർഗുന്ന ഞങ്ങൾക്ക് നീ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. തീരദേശവാസികളായ തൊഴിലാളികളുടെ മനസ്സിൽ തീ വരുന്ന നേരമാണ്. അവരുടെ കുട്ടികളെ ഓർത്ത് തേങ്ങുന്ന നേരമാണ്. റഹ്മാനായ റബ്ബേ, കടൽ സമ്പത്ത് നൽകിക്കൊണ്ട് മത്സ്യസമ്പത്ത് നൽകിക്കൊണ്ട് തീരദേശവാസികളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അവർക്ക് നിന്നോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ. നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ. ദീനിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഈ ആദർശത്തിന്റെ പ്രബോധനത്തിന്റെ പ്രചരണത്തിന്റെ പാതയിൽ അവർക്കും അവരുടെ മക്കൾക്കും പിന്തലമുറമക്കും ധീരമായി കൊണ്ട് മുന്നേറാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർക്ക്, ഞങ്ങളുടെ കെട്ടിടത്തിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പറയുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കും നീ ദീന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.